Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rindu Sebastian, and welcome to our Hindu editorial analysis of 7th October 2022. ശരിക്കും ഞാനിന്ന് സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഓർത്തു നിങ്ങളെ കൊണ്ട് എന്തായാലും എനിക്ക് ഇന്ന് എഡിറ്റോറിയൽ ചെയ്യണമെന്ന്. കാരണം ഞാൻ ടെക്നിക്കലി നോക്കുമ്പോൾ നല്ല സെറ്റാണെന്ന്. ഇന്ന് ഇവിടെ എന്തായാലും വന്നിട്ട് എഡിറ്റോറിയൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹമായിരുന്നു. ഡൽഹി വരുമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് എഡിറ്റോറിയൽ വന്ന് ഡൽഹി വെച്ച് നമ്മുടെ സ്റ്റുഡിയോ വെച്ച് ചെയ്യണം, സ്റ്റുഡിയോ ഒക്കെ കാണിച്ചു തരണം നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റുഡിയോ റൂമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റുഡിയോ റൂമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ എഡിറ്റോറിയൽ ഫ്രഷ് ഫ്രം ഡൽഹി. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പീപ്പിൾ. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഡൽഹിയിൽ കേട്ടോ. നമ്മുടെ ഗുരുഗ്രാം എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മെയിൻ ഓഫീസിൽ നിന്നിട്ട് ഒരു സ്റ്റുഡിയോ റൂമിൽ വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇന്നത്തെ എഡിറ്റോറിയൽ അല്ലേ. അപ്പം എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഇന്നലെ ട്രാവലിംഗ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് എഡിറ്റോറിയൽ എടുത്ത് തരാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ ട്രാവലിംഗ് അല്ലല്ലോ, ഞാനിവിടെ ഡൽഹിയിലുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും വിത്ത് കോട്ട്. എല്ലാ ദിവസവും പോലെ നമ്മുടെ കോട്ട് ഇന്ന് ഇതാണ്: ഫോളിംഗ് ഡൗൺ ഈസ് ആൻ ആക്സിഡൻറ്റ്. ഫോളിംഗ് ഡൗൺ ഒരു ആക്സിഡൻ്റ് ആണ്, ബട്ട് സ്റ്റേയിങ് ഡൗൺ ഈസ് എ ചോയ്സ്. പക്ഷേ ഞാൻ അവിടെ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഞാനെപ്പോഴും നിങ്ങളോട് പറയുമല്ലേ, നമ്മൾ വീഴുന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് വീഴുന്നതായിരിക്കും. പക്ഷേ അവിടെ തന്നെ കിടക്കണോ, അവിടെ തന്നെ ഞാൻ കിടക്കണോ, അതോ ഞാൻ പൊടിയും തട്ടി എണീറ്റ് പോകണോ എന്ന് ഞാൻ ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരെ കണ്ടുപിടിച്ച് നോക്കിയേ. നിങ്ങൾ കുഞ്ഞു പിള്ളേരെ എങ്ങനെയാണെന്നറിയോ, അവരൊരിക്കലും വീണെടുത്ത് തന്നെ അവിടെ കിടക്കത്തില്ല. അവരെന്ത് ചെയ്യുന്നറിയോ, വൺസ് വീണു ആരും കണ്ടെങ്കിൽ പൊടിയും തട്ടിയും എണീറ്റ് പോകും. പക്ഷെ നമ്മളെന്ത് ചെയ്യും, വീണ് കഴിഞ്ഞിട്ട് അവിടെ തന്നെയും കിടക്കും അല്ലേ. അതാണ് ഈ പ്രശ്നം. ഓക്കെ, പിള്ളേർ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, സൗണ്ടൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ. എനിക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നിങ്ങൾക്ക് സൗണ്ടൊക്കെ ക്ലിയർ ആണോ? തിങ്സ് ക്ലിയർ അല്ലേ? തിങ്സ് ക്ലിയർ അല്ലേ? എല്ലാം ഉഷാറല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാം ഉഷാർ? എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒക്കെ സെറ്റാണെങ്കിൽ. ഓൾ റൈറ്റ്. അപ്പോൾ കാണാനും കേൾക്കാനും പറ്റില്ല, നിങ്ങൾ ഇപ്പോഴും എന്നോട് പറയേണ്ടതാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് പീപ്പിൾ, ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മൾ അറിയാലോ, അഡയുടെ ആപ്പിൻ്റെ കാര്യം മറക്കേണ്ട. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേഗം പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പിൽ നിങ്ങൾക്ക് ക്വിസസ് ഉണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാറുണ്ട്, ഈ ക്വിസസ് കൂടാതെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടുണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് തന്നെ നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ജോബ് അലേർട്ട്സ് നോക്കാം. എല്ലാത്തിനും നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് Adda247 ആപ്പ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാര്യം മറക്കണ്ട. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് Adda247 മലയാളം ചാനൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഡ ചാനലാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, കേരള PSC ക്ലാസ് ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ വേറെ എവിടെയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വേറെ എവിടെയും പോകണ്ട. ഇറ്റ്സ് ഓൾ ഇൻ വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ ശരിക്കും ഇന്ന് എനിക്ക് തംബ്നെയിൽ കിട്ടിയില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ എനിക്കിന്ന് തംബ്നെയിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തംബ്നെയിൽ കിട്ടാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് ഈ ഉള്ള തംബ്നെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് തംബ്നെയിൽ വെച്ചിട്ട്. ഇന്ന് 6-ാം തീയതിയാണേ, സോറി 6-ാം തീയതിയോ, റിൻറ്റു മറന്നുപോയി. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നു നിന്ന കാര്യം ഞാൻ മറന്നു കേട്ടോ. സോറി ഫോർ ദാറ്റ്. നമ്മളിന്ന് 7-ാം തീയതിയാണ്. ഇന്ന് 7-ാം തീയതി. അപ്പം ഓർത്താൽ ഇന്ന് 7-ാം തീയതിയാണ്. അപ്പോൾ 7-ാം തീയതിയിൽ ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിലി ചെയ്യുന്ന സെഷനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യും. എഡിറ്റോറിയലിലെ വേർഡ്സ്, സെൻറ്റൻസ് സ്ട്രക്ചറിങ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതൊക്കെ വൊക്കാബുലറി എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താമസിപ്പിക്കേണ്ട ഓൾറെഡി നമ്മൾ താമസിച്ചു. കാരണം ഞാൻ വന്നപ്പോൾ ഇതാണ്. അപ്പോൾ ഓക്കെ, സോറി, ഞാനേ ഒരു കാര്യം വിട്ടുപോയല്ലോ. നമ്മളിന്ന് ഏത് ആർട്ടിക്കിളാണെന്ന് പറഞ്ഞില്ലല്ലോ. 2 ആർട്ടിക്കിളാണുള്ളത്. ഒന്ന് നമ്മുടെ നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തായിരുന്നു. നിങ്ങൾ അറിഞ്ഞായിരിക്കും, നമ്മുടെ ഫിസിക്സിലാണ് നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നൊബേൽ പ്രൈസ് വന്നതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. അതല്ല പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അതിനെപ്പറ്റിയല്ല ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എന്താ പറയുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുപാട് പ്രോമിസസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻസിൻ്റെ കൂടെ തന്നെ എന്താണ് മറ്റേ നമ്മുടെ എന്താ പറയുക ഫിസ്ക്കൽ പോളിസിയെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. പക്ഷേ അവർ നമ്മുടെ പൊളിറ്റിക്കൽ അതുപോലെ സോഷ്യൽ കൺവീനിയൻസിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ വായിച്ചു നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കാം. നിങ്ങളുടെ നോക്കട്ടെ, എല്ലാവരും ഉഷാറല്ലേ? വെൽക്കം ബാക്ക്. മോഹൻ തോമസ്, അവിടെ മോഹൻ തോമസിൻ്റെ മീറ്റ് ചെയ്യാനുള്ള ഇതിലാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഉഷാർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ താമസിപ്പിക്കുന്നില്ലേ, ഞാൻ തുടങ്ങുവാണേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കാം. എന്നിട്ട് സെൻറ്റൻസ് ഒക്കെ നോക്കി നിങ്ങൾ ഫ്രെയിം ചെയ്യുക. എന്നിട്ട് നമ്മുടെ വൊക്കാബുലറി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, പോവാം. ഉഷാറല്ലേ? യെസ്. ഫസ്റ്റ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിലെ ഫസ്റ്റ് ഇഡിയം ഇതാണ്: സ്പെൽ ഔട്ട്. സ്പെൽ ഔട്ട് ചെയ്യുക. എന്താ സ്പെൽ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറ്. ഇത് ആദ്യത്തെ വാക്കൊന്നുമല്ല, ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതല്ല, ഇതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. സ്പെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ സംതിങ് ക്ലിയർലി, കുറച്ചൊരു ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയില്ല നമ്മൾ. അതിനെയാണ് സ്പെൽ ഔട്ട് ചെയ്യാന്ന് നമ്മൾ പറയാം.
അറിയാലോ, സ്ഥിരമായിട്ട് പറയല്ലേ, പ്ലീസ് സ്പെൽ ദാറ്റ് ഔട്ട് ഒക്കെ നമ്മൾ പറയാറില്ലേ, ഒന്ന് സ്പെൽ ഔട്ട് ചെയ്യടാ, ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയടാ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സെയിം സാധനമാണ് സ്പെൽ ഔട്ട് ചെയ്യുക. ഓർത്തോണേ. അടുത്ത് ലേ ഡൗൺ ചെയ്യുക. ലേ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു നമ്മൾ പറയില്ലേ, ഇന്ന പ്രൊപ്പോസൽ ലേ ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ലേ ഡൗൺ ചെയ്തു എന്ന് പറയില്ലേ, അപ്പോൾ ഐഡിയ ലേ ഡൗൺ ചെയ്തു എന്ന് പറയില്ലേ, പ്രൊപ്പോസൽ ലേ ഡൗൺ ചെയ്തു എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ലേ ഡൗൺ എന്ന് പറയാം കേട്ടോ. ലേ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മുടെ അർത്ഥം. ഫോർമുലേറ്റ് ചെയ്യുക എന്നൊരർത്ഥത്തിലാണ് എന്താണ് ഈ പറയുന്ന ലേ ഡൗൺ എന്ന അർത്ഥം. ആൻഡ് അടുത്തതൊരു വൺ വേർഡ് ആണേ. അടുത്ത വേർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? പാർട്ടി പരിപാടി ഉണ്ടോന്നോ? എൻ്റെ മഹേഷ്, ഈ ഡ്രസ്സ് കണ്ടിട്ടാണോ നീ എന്നോട് ചോദിച്ചത്? നമ്മുടെ അടയുടെ പുതിയ ടീഷർട്ടാട്ടോ ഇത്. റെഡ് ഞാൻ മാറ്റാൻ വേണ്ടി ഇരിക്കുക. ഞാൻ ഗ്രേ ആയിട്ട് വരാം. ഇനി അടുത്ത ദിവസം ഞാൻ ഗ്രേ ആയിട്ട് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഗ്രേ, വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഗ്രേ ആയിട്ട് വരാം. അതായിരിക്കും നല്ലത്. ഷെടാ, കൊള്ളാലോ. രാവിലെ എഡിറ്റോറിയൽ നീ എന്നെ നാറ്റിക്കോ? യെസ് ദ റൈറ്റിംഗ് ഓൺ ദി, നോക്കട്ടെ, സെൻറ്റൻസുകൾ വരുന്നുണ്ടല്ലോ. രചന എനിക്കുണ്ട്. ഞാൻ ആലോചിക്കുക, ബോർഡറിന് ആവശ്യമുണ്ടല്ലോ, വീട്ടിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമുക്കൊരു ഇത് കൊണ്ടാം അല്ലേ? അത് കൊള്ളാം. യെസ്, ദ റൈറ്റിംഗ് ഓൺ ദ വോൾ ഇസ് ക്ലിയർ ആസ് ഡേ, സോ ഡു ഐ ഹാവ് ടു സ്പെൽ ഇറ്റ് ഫോർ യു. സ്പെൽ ഇറ്റ് ഫോർ വാട്ട്? എന്താണ് സ്പെൽ ഇറ്റ് ഫോർ യു? നിനക്ക് സ്പെല്ല് ചെയ്ത് തരണോ? 4 ഉണ്ടെങ്കിൽ പ്രിപ്പോസിഷൻ കൊടുക്കണം കേട്ടോ. എന്താ ആരായിരുന്നു? സിലിൻ കേട്ടോ. 4 ഉണ്ടെങ്കിൽ പ്രിപ്പോസിഷൻ കൊടുക്കുക. 4 ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഡു ഐ ഹാവ് ടു സ്പെൽ ഇറ്റ് ഔട്ട് എന്ന് ചോദിച്ചാൽ അവിടെ നിർത്താം. 4 ഉണ്ടെങ്കിൽ പ്രിപ്പോസിഷൻ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. യെസ്, യു ആർ സ്പെല്ലിംഗ് ഔട്ട് ദി എഡിറ്റോറിയൽ. ദാറ്റ്സ് ഗ്രേറ്റ്. അഭിനയ, ഗുഡ് മോർണിംഗ്. പി ആയിട്ടൊരു ജോലി കിട്ടും മിസ്സേ. വിനു കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എൻ്റെ അല്ല കൂടെ പോരാന്ന്. പക്ഷേ ഞാൻ സെറ്റാക്കി തരാം, അതല്ല ഷെഡ്യൂളൊക്കെ സെറ്റാക്കി തരാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പൂജാവധി അല്ലായിരുന്നോ? അതാണല്ലേ വരാതിരുന്നത്. ഓക്കെ. സീലിനെ സെറ്റാക്കി. യെസ്, ഗ്രേറ്റ്. മൂവിങ് ഓൺ. അടുത്ത് നോക്കിയേ, ഫോർമുലേറ്റ് കഴിഞ്ഞു. അടുത്ത വൺ വേർഡ് ഇസ് ക്രിപ്റ്റോഗ്രഫി. നമ്മൾ ക്രിപ്റ്റോ കറൻസി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എൻക്രിപ്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ക്രിപ്റ്റ് എന്ന വാക്ക് നോക്കിക്കോണേ. എന്താ പറയുക, ഇറ്റ്സ് എ റൂട്ട് വേർഡ്. നിങ്ങളൊന്ന് ആലോചിച്ചോണേ. ഈ നമ്മുടെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ക്രിപ്റ്റ് എന്ന വാക്ക് കേട്ടോ. എൻക്രിപ്ഷൻ, ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനത്തെ. എൻക്രിപ്ഷൻ, അതുപോലെ തന്നെ ക്രിപ്റ്റ് എന്ന വാക്ക് ഓർത്താൽ മതി. നമ്മുടെ മുമ്പിൽ ഒരുപാട് വാക്കുകളുണ്ട്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ കോഡ്. ക്രിപ്റ്റ് മീൻസ് എൻക്രിപ്ഷൻ ഒക്കെ പറയുമ്പോൾ കോഡാണ്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി ഗ്രാഫ് എഴുത്താണ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എഴുത്തല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പ്ലനേഷൻ അല്ല, അതിനെ പറയില്ലേ, എന്താ പറയുക, നമ്മളതിന് പറയുന്നത് റൈറ്റിംഗ്. അത് തന്നെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി മീൻസ് ആർട്ട് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ സോൾവിങ് കോഡുകളെ റൈറ്റ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിനോ നമുക്ക് പറയുന്ന പേരാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയാം. ഓർത്തോണേ, ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു കോഡിനെ നമ്മൾ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് നമുക്ക് വിളിക്കാം ക്രിപ്റ്റോഗ്രഫി എന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അടുത്തത് ടേക്ക് അപ്പ്. വുഡ് യു ലൈക്ക് ടു ടേക്ക് ദിസ് അപ്പ് എന്ന് ചോദിച്ചാൽ ഈ എങ്ങനെ പറയും, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ അഡ, അല്ലെങ്കിൽ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഹിയർ റൈറ്റ് നൗ. വുഡ് യു ലൈക്ക് ടു ടേക്ക് ഇറ്റ് അപ്പ്? നിനക്കത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ബി ഇൻവോൾവ് ഇൻ ഇറ്റ്? നിനക്കതിൽ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? നിനക്കതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാം ടേക്ക് അപ്പ് എന്നുള്ള യൂസേജ്. എന്നാൽ വേറൊരു അർത്ഥത്തോടെ ടേക്കപ്പിനുണ്ട്. ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് അപ്പ് ദ റിസോഴ്സസ് പറയില്ലേ, ടേക്ക് അപ്പ് ദ വാട്ടർ. ഡിഡ് യു ടേക്ക് ഓൾ ദ വാട്ടർ അപ്പ്? നീ മുഴുവൻ എടുത്തോ, വെള്ളം മുഴുവൻ എടുത്തോടാ എന്ന് ചോദിക്കുക. കൺസ്യൂം ചെയ്ത് കളയോ? പീപ്പിൾ ആർ ടേക്കിംഗ് അപ്പ് ദ റിസോഴ്സസ് ഓൺ എർത്ത് എന്ന് പറയില്ലേ. എന്താ പറയുക, നമ്മളല്ലേ മനുഷ്യർ മൊത്തം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, വേറെ ആൾക്കില്ല, മനുഷ്യർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ. സോ ടേക്കപ്പിന് കൺസ്യൂം എന്നൊരർത്ഥമുണ്ട്. ആൻഡ് ദ അതർ വൺ ഇസ് ടു ബി ഇൻവോൾവ് ഇൻ ഓർ ടു ബി എൻഗേജ്ഡ് ഇൻ സംതിങ് എന്നർത്ഥമാണ്. ഓർത്തോണേ, ദാറ്റ് ഇസ് ടേക്ക് അപ്പ്. ഓക്കെ അല്ലേ? യെസ്, നോക്കട്ടെ. ഹി ട്രൈസ് ടു സ്പെൽ ഔട്ട് ഹൗ വി ഡു ഇറ്റ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. കെ പി കുട്ടൻ, ഡൽഹി എത്തി. കെ പി, നിൻ്റെ ആഗ്രഹമല്ലായിരുന്നോ ഡൽഹി വരണമെന്ന്? ഞാനിപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നത്. കെ പി കുട്ടൻ, ഐ മീൻ ഡൽഹി അല്ലേ, ഐ മീൻ അറ്റ് ദ ഓഫീസ്. ബിഫോർ യു മൂവ് ഇൻ വി ഹാവ് ടു ലേ ഡൗൺ സം ഗ്രൗണ്ട് റൂൾസ്. ദാറ്റ്സ് ഗ്രേറ്റ്. സോനൽ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലാണ് സോനലെ, ഡൽഹിയിലെത്തി. തണുപ്പായിട്ടില്ല അനുപമ, ഡൽഹിയിൽ തണുപ്പ് അത്ര ആയിട്ടില്ല. ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ചു. രാവിലെ കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ തണുപ്പൊന്നും എത്തിയിട്ടില്ല ഇവിടേക്ക്. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് വരത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. ദ മാനേജ്മെന്റ് വുഡ് സ്പെൽ ഔട്ട് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ദ സബോർഡിനേറ്റ്സ് വിത്ത് ക്രിസ്റ്റൽ ക്ലിയർ എന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വിത്ത് ക്രിസ്റ്റൽ ക്ലാരിറ്റി എന്ന് കൊടുത്തോ. വിത്ത് ക്രിസ്റ്റൽ ക്ലിയർ എന്ത്, ക്രിസ്റ്റൽ ക്ലിയർ ആയ എന്ത് എന്ന് കൊടുക്കണം. ക്രിസ്റ്റൽ ക്ലിയർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി കൊടുത്തോ. കാര്യം വെച്ചാൽ നൗൺ അവിടെ വേണ്ടേ, വിത്ത് പ്രൊപ്പോസിഷൻ ആണെങ്കിൽ പ്രൊപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വേണ്ടേ. അപ്പോൾ ആ ഒബ്ജക്റ്റിന് ശേഷം വരുന്നത് ക്ലിയർ എന്ന അബ്ജക്റ്റീവ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓർത്തരം ക്ലാരിറ്റി ഒന്ന് കൊടുക്കണേ, ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്, ലെറ്റ് മീ സി. ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് സപ്പർ, സോ സ്പെൽ ഔട്ട് യുവർ കൺഫെഷൻ റൈറ്റ് നൗ. ശരത്തെ കൊള്ളാം അല്ലേ, ഇതിൻ്റെ അന്ത്യത്താഴം അതല്ലേ. ജാവ HTML ഇതൊക്കെ ക്രിപ്റ്റോഗ്രഫി ആണോ? അതെനിക്ക്
കോഡ് അതേന്നാണ് തോന്നുന്നത്. അത് പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല, കാരണം അത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾ ചോദിക്കണം. അത്ര ക്ലാരിറ്റിയോടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. അഭിനയ, നീ അത്രയ്ക്ക് എന്നോട് ചോദിക്കല്ലേ. സ്പെല്ലിംഗ് ഔട്ട് ഈസ് ഇന്നെവിറ്റബിൾ വെൻ യു ഡീൽ വിത്ത് അഡ്വക്കേറ്റ്സ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലേ. ബ്ലാക്ക് ഡ്രസ് മാറിയപ്പോൾ രണ്ട് ബസ്സിലേക്കാണ്. നീ എന്നെ എടാ കേൾപ്പിക്കട്ടാ, നീ എന്നെ സുഖിപ്പിക്കട്ട. അഗൈൻസ്റ്റ് ഹിസ് പേരൻസ് വിഷസ് he wanted to pursue a career in cryptography. That's great. Carpenter is taking up the good quality woods. That is great. Yes. The red dress is pink for you. Okay. That's great. I present an incredible man അല്ലേ ശരത്തെ? An incredible man. നമ്മൾ എയും ആനും കൊടുക്കുന്ന എപ്പോഴാടാ? നമ്മൾ ഇതെവിടെ ശരിയാവത്തില്ല, കളർ മാറ്റി പിടിച്ചാലേ ശരിയാവുള്ളൂ. നമ്മളെപ്പോഴാണ് എയും ആനും കൊടുക്കുന്നത്? നമ്മളെപ്പോഴാണ് എയും ആനും കൊടുക്കുന്നത്? കളർ, യെസ്, എയും ആനും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിംഗുലറായ കൗണ്ടബിളായ നൗൺസിൻ്റെ കൂടെയാണ് എയും ആനും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ആനും ആർട്ടിക്കിളിൽ. അതിൽ ഈ എയും ആനും കൊടുക്കുന്ന സിംഗുലറായ കൗണ്ടബിൾ ഒന്നായിട്ടുള്ള ഒരെണ്ണം ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, അത് നൗണും ആയിരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എയും ആനും കൊടുക്കുള്ളൂ. പക്ഷെ അതുകൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ എയിൻ്റെ വ്യത്യാസം എന്താ? എയുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് ഉണ്ടല്ലോ, കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ കൂടെ നമുക്ക് എഴുതാം എയും ആനും. കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, കോൺസണൻറ്റ് സൗണ്ട്സ് മീൻസ് ഹാർഡ് സൗണ്ട്. പലരും എന്നോട് കോൺസണൻറ്റ് സൗണ്ട് എന്താ ചോദിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഗോഡ് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. യെസ്, കോൺസണൻറ്റ് സൗണ്ട്സ്. അതേസമയം നമ്മുടെ ആൻ കൊടുക്കുന്ന എന്തിൻ്റെ കൂടെയാണെന്നറിയോ? വവൽസിൻ്റെ കൂടെയാണ്. വവൽസിൻ്റെ കൂടെ. വവൽസ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സോഫ്റ്റ് സൗണ്ടുകളില്ലേ, സൗണ്ടുകളാണ്. അവിടെ നിങ്ങൾക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് വെച്ച് പരിപാടി പറ്റത്തില്ല. ലെറ്റേഴ്സ് വേർഡ്സ് അല്ല, സംഭവം ഓർത്തോണം. നമുക്ക് സൗണ്ടുകളാണ്. വവൽ സൗണ്ടിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ആൻ കൊടുക്കുന്നത്. ഓർത്തോണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ആൻ ഇൻക്രെഡിബിൾ എന്ന് കൊടുക്കണം കേട്ടോ. യെസ്, ഒന്ന് ഓർത്തോണം, ആൻ ഇൻക്രെഡിബിൾ എന്ന് കൊടുക്കണം. ശരത്തെ, ഐ പ്രസന്റ് ആൻ ഇൻക്രെഡിബിൾ മാൻ ടു യു ഇസ്, ആൻഡ് അത് കഴിഞ്ഞിട്ട് കോമയും കൊടുക്കണം, ആൻഡ് ഹീ ഈസ് എ മാസ്റ്റർ ഇൻ ക്രിപ്റ്റോഗ്രഫി. അല്ലെങ്കിൽ കൊടുക്കാം ഹൂ ഈസ് എ മാസ്റ്റർ. അവിടെ ഹീ വേണ്ട, അല്ല നിങ്ങൾക്ക് റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തു. ഹൂ ഈസ് എ മാസ്റ്റർ ഇൻ ക്രിപ്റ്റോഗ്രഫി കൊടുക്കും കേട്ടോ. ഐ വുഡ് റാദർ സ്ലീപ്പ് ഓൺ ദ ഫ്ലോർ ബിക്കോസ് ഷീ ടേക്സ് അപ്പ് മോസ്റ്റ് ഓഫ് മൈ ബെഡ് സ്പേസ്. ദാറ്റ്സ് ഗ്രേറ്റ്. റിൻവം സ്പെൽഡ് ഔട്ട് അബൌട്ട് ടീ-ഷർട്ട് വിച്ച് ഈസ് നോട്ട് representation of any political party, which is not representing, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, which is not representing any political party. അനുപേ ശ്രദ്ധിക്കണം. ഇനി ഡൽഹിയിൽ നിന്ന് വരൂല്ലേന്നോ? പിന്നെ ഡൽഹിയിൽ നിന്ന് വരും. ഞാൻ നാളെ തന്നെ കയറും. നാളെ വൈകുന്നേരം തന്നെ ഞങ്ങൾ കയറുമോ, തിരിച്ച് കയറുവാണ്. അപ്പം നാളെ വൈകിട്ട് തന്നെ എത്തും. നാളെ വൈകിട്ട് രാത്രി തന്നെ വീട്ടിലെത്തും. Yes, good morning, Anaga. We need to come up with a detailed plan and stick to it if we are to win this game. That is great. Investigators took up the case to solve the problem. Great. Cryptography cost the lives of 32 soldiers. The authorities should lay down and enforce strict laws to control over speeding and unwanted notifications in tourist buses. That is great. Rindamis omits yesterday's class to take up in the Delhi meet. To be involved in. Yes. To take, അവിടെ നിനക്ക് പാർട്ടിസിപ്പേറ്റ് നടത്താൻ വേണേ. അവിടെ ടേക്കപ്പ് കൊടുക്കരുത്. ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള അവിടെ വിനു ടേക്കപ്പ് കൊടുക്കരുത്. അവിടെ നീ ടേക്ക് പാർട്ട് കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്നറിയോ? അവിടെ എന്താ ഞാൻ ഇത് കൊടുക്കാൻ പറയുന്നത്? ടേക്ക് പാർട്ട് ചെയ്യാന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? ടേക്ക് പാർട്ട്, പാർട്ടിസിപ്പേറ്റ്. ടേക്ക് പാർട്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടേക്ക് പാർട്ട് എന്നർത്ഥമാണ് വരുന്നത്. ടേക്കിന് കൊടുക്കരുതേ, അത് ഓർത്തോളൂ. ടേക്കപ്പ് കൊടുക്കല്ലേ. പ്രൊമോഷൻ കിട്ടിയോ? പ്രൊമോഷൻ കിട്ടി, ഞാൻ അവിടെ തന്നെ വരും. എനിക്ക് അതാ ഇഷ്ടം. പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് എഡ്യൂക്കേറ്റേഴ്സ് എപ്പോഴും എഡ്യൂക്കേറ്റേഴ്സ് തന്നെ. അതിക്കുള്ള എങ്ങനെ പ്രൊമോഷൻ? ഹയർ എഡ്യൂക്കേഷൻ ആവാൻ പറ്റില്ലല്ലോ. എഡ്യൂക്കേറ്റേഴ്സ്, നമ്മൾ ടീച്ചേഴ്സ് തന്നെ അല്ലേ? അതിക്കുള്ള എന്താ പ്രൊമോഷൻ? ഡു യു സ്പെൽ ഔട്ട് ക്രിപ്റ്റോഗ്രഫി ഓഫ് ദിസ് സോഫ്റ്റ്വെയർ? ഗ്രേറ്റ്. Good morning, people. Good morning, Avin. Good morning. I always forget consonant and vowel sounds when I lay down sentences quickly. Yes, അത് തെറ്റരുതേ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാർക്ക് എന്താ പറയുക, എന്താണ് പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആ മാർക്ക് പോകണ്ട. നമുക്ക് ആ മാർക്ക് പോയാൽ പരീക്ഷയ്ക്ക് നമുക്കാണല്ലോ പ്രശ്നം. അതുകൊണ്ട് പിള്ളേരെ, ഇത്രയും പേര് ലൈവിലുണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ട് രാവിലെ സ്നേഹമൊന്നുമില്ലേ? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. എവിടെയാണ് എനർജി? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ, മാക്സിമം ഷെയർ ചെയ്തേ. കാര്യം നമ്മൾ ഇത്രയും രാവിലെ ഞാൻ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഇന്നലെ രാത്രി താമസിച്ചാണ് ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാനിവിടെ രാവിലെ വന്ന് കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്നേഹമില്ല പിള്ളേരെ.
എന്താ ജാടയാണ് പിള്ളേരെ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത വേർഡ് കം അപ്പ് വിത്ത്. നോക്കിയേ, കം അപ്പ് വിത്ത്. ഞാനിവിടെ എന്തോ വരച്ച് വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സോ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് കേട്ടോ. ഞാനിവിടെ എന്തൊക്കെയോ വരച്ചു എന്നുള്ളത് ഞാൻ നോക്കുന്നത് ഇപ്പോഴാണ്. യെസ്. അപ്പോൾ പിള്ളേരെ എന്താണ് അടുത്ത്? കം അപ്പ് വിത്ത്. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡിവൈസ് എന്നർത്ഥം. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡിവൈസ് എന്നർത്ഥമാണ്. ഓർത്ത് വെച്ചോണേ. കഴിഞ്ഞ ദിവസം ഹൂ കെയിം അപ്പ് വിത്ത് ദിസ് ഐഡിയ. ആരാണ് ഇത് കൊണ്ടുവന്നത്? ഹൂ കെയിം അപ്പ് വിത്ത് ദിസ് ഐഡിയ. അല്ലെങ്കിൽ ചോദിക്കില്ല നമ്മളല്ലേ, ഹീ കെയിം അപ്പ് വിത്ത് ദാറ്റ് ഐഡിയ. അവനാട്ടോ ഇത് കൊണ്ടുവന്നത്, അവനാണ് ഈ ഐഡിയ മുന്നോട്ട് വെച്ചത്. ഐഡിയ എൻ്റെ അല്ലാതെ ആയിപ്പോയി എന്ന് പറയില്ലേ, അതുപോലെ. സോ ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഐഡിയ എൻ്റെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഓർത്തണം. ദ ഗവൺമെൻറ് കെയിം അപ്പ്, അല്ലല്ല വേറെ എന്തോ ഉണ്ടല്ലോ. യെസ് നോക്കട്ടെ. he's a veteran in cryptography but he turns into an naysayer. Great. ആ ബോർഡിൽ എഴുതാൻ നല്ല സൗണ്ട് ഉണ്ടോ, അല്ല സോഫ്റ്റ് ഉണ്ടോന്നോ? സോഫ്റ്റ് ഈ ബോർഡിൽ എഴുതാൻ കൊള്ളാം. പക്ഷേ എന്താ പറയുക, എനിക്ക് നടന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഇഷ്ടമായതുകൊണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമാണ്, എന്താണല്ലോ ഇഷ്ടമാണ്. The government came up with a new plan which spelled out everything. That's great. Can you please spell out the word correctly? That's great, Irfana. ജിഷ്ണു, എത്ര കാലമായി കണ്ട്, എവിടാണ് പഠിത്തമൊക്കെ എങ്ങനെ പോണു? ജിഷ്ണുവിനെ കണ്ട കാലം ഞാൻ മറന്നു കേട്ടോ. കണ്ട കാലം ഇപ്പം നീ എഡിറ്റോറിയൽ വന്നിട്ട് എത്ര കാലമായി ജിഷ്ണു? I needed the proforma yesterday. What the hell were you doing? ഹെല്ല് പറയാൻ പാടില്ല, എന്നാലും ഉപയോഗിച്ചേക്കാം. സ്റ്റുഡിയോ സെറ്റപ്പ് ആണോ? സ്റ്റുഡിയോ സെറ്റപ്പ്. ഞാനിപ്പോൾ ഡൽഹിയിലാടാ. ഷോ എൻ്റെ പിള്ളേരെ എന്താ അല്ലേ. അടുത്ത് നോക്കിയാൽ പ്രൊഫോമ. എന്താ പ്രൊഫോമ എന്ന വാക്കിൻ്റെ അർത്ഥം? പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ്. 2 ടൈപ്പ് ഉണ്ടേ, അതെൻ്റെ ടൈപ്പുമാണേ. പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ്, ഇത് വേണ്ട. യെസ്, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലെറ്റർ, ഡോക്യുമെൻറ്റ്, എക്സെട്ര. അതിനെയാണ് പ്രൊഫോമ എന്ന് പറയുക. പ്രൊഫോമ എന്ന് പറഞ്ഞാൽ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലെറ്റർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്. പ്രൊഫോമ, എനിക്ക് പ്രൊഫോമ വേണം. ക്യാൻ യു ഗിവ് മീ ദറ്റ് പ്രൊഫോമ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലെറ്റർ ആയിരിക്കാം, ഡോക്യുമെൻ്റ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ പ്രൊഫോമ എന്ന് പറയുക. ഒന്ന് ഓർത്തോണേ, പ്രൊഫോമ എന്ന വാക്ക് ഓർത്ത് വെച്ചോണം. അടുത്ത് നോക്കാം. Yes. Rindumam came up with a new strategy and spell out it to the mates to avail the available resources. Great. Roshmi, good morning. Ma'am has come up with a big screen for demonstrative for demonstrative anyway to demonstrate. ഒന്നെങ്കിൽ 2+V1 to demonstrate വരെ, അല്ലെങ്കിൽ നീ എന്ത് കൊടുക്കണം? For demonstrating editorial. ഫോറിൻ്റെ കൂടെ വെർബാണെങ്കിൽ അതിൻ്റെ ജെറൻ ഫോർമുലേഷൻ കൊടുക്കണം, വേണ്ടേ? അത് ഓർത്തോണം. Shashi Tharoor criticizes Modi as a PM with Schrodinger's cat in his book The Paradoxical Prime Minister. അറിയായിരിക്കുമല്ലോ, നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും, എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും. നമ്മുടെ ഇതെന്താണ് ഇന്ന് ഞാൻ തൊടുന്നെടുത്തൊക്കെ ഇത് വരുവാണല്ലോ, എന്താ പറയുക, എഴുത്ത് വരുവാണല്ലോ. സ്ക്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് ഒരു പാരഡോക്സ് പ്രിൻസിപ്പിളാണ് കേട്ടോ. ഇന്ന് നിങ്ങളതിനെ പറ്റി വായിക്കും, ജസ്റ്റ് വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം, അല്ല ഇന്ന് നിങ്ങൾ വായിക്കും, സെൽഫ് റീഡിങ് ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ നോബൽ പ്രൈസിനെ പറ്റി. അപ്പോൾ അതിൽ സ്ക്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പാരഡോക്സ് ആണ്. ദാറ്റ് ഈസ് അൺഫീസിബിൾ ഓഫ് വർക്കിംഗ് അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫ്. കാര്യം വെച്ചാൽ ഒരു ബോക്സിൽ ഒരു ക്യാറ്റിനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കി. അപ്പോൾ ഒരു ബോക്സിൽ ഒരു ക്യാറ്റിനെ വെച്ചാൽ അതിന് ജീവിക്കാനും അറ്റ് ദ സെയിം ടൈം ലൈവായിട്ടും അലൈവായിട്ടും അതുപോലെ ഡെഡായിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് സംതിങ് പാരഡോക്സിക്കൽ ആണല്ലോ. അത് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ആ വൈരുദ്ധ്യം എന്താ പറയുക, നമ്മൾ വിരുദ്ധത അല്ലേ, വിരുദ്ധത, അതിനാണ് വൈരുദ്ധ്യം പറയാം. സോ വിരുദ്ധമായൊരു ആ കാര്യത്തിന്, ആ അപ്രോച്ചിനെ പറയുന്ന പേരാണ് എന്താ പറയുക, ആ ഒരു അപ്രോച്ചിലുള്ള ആ ഒരു സ്ട്രാറ്റജിക്കാണ് സ്ക്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന് പറയാം. ഇറ്റ്സ് എ പാരഡോക്സ്, അൺഫീസിബിൾ, ഇറ്റ്സ് എ പാരഡോക്സ്, അല്ലെങ്കിൽ അൺഫീസിബിൾ ഓർ വർക്കിംഗ് അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫ്. അത് പാരഡോക്സ് ആണ്, അത് അൺഫീസിബിൾ ആണ്, നമ്മളെ കൊണ്ട് വർക്കബിൾ അല്ല, അത് നടക്കുന്ന പരിപാടി അല്ലെന്ന് പറയില്ല, ഇത് നടക്കില്ലടാ എന്ന് പറയില്ല ആ സാധനം, ഓർത്തോണം കേട്ടോ. ഓക്കെ, യെസ്, ഷീ സ്പെൽഡ് ഔട്ട് ഹെർ മിസ്റ്റേക്ക് ആൻഡ് അപ്പോളജൈസ് ടു the whole team. Great, that's great. APJ Abdul Kalam had an ability to spell out the scientific matters. Great. Jishnu, great. ഷെയർ ചെയ്യാത്തവർ വീണ്ടും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ വീണ്ടും ലൈക്ക് ഇടുക കേട്ടോ, മറക്കണ്ട. അതുപോലെ തന്നെ APJ Abdul Kalam has an ability, അത് പറഞ്ഞല്ലേ, the company laid down the proforma to the top management to study the constraints faced by the employees. Great people. CHSL application last date tomorrow ആണ്. ഇന്ന് 7-ാം തീയതി, നാളെ 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ CHSL അപ്ലൈ ചെയ്യാതിരിക്കില്ല. ഞാൻ കുറേ നാൾ കാത്തിരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് പറഞ്ഞ പോലെ തന്നെ SSC വാക്ക് പാലിച്ചിട്ട് നമുക്ക് ഡേറ്റ് വന്നു. CHSLൻ്റെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഈസ് നമ്മൾ ഈ പറഞ്ഞ, ഇപ്പം എനിക്ക് ടെക്നിക്ക് ഇവിടെ കിട്ടി, ഞാനിവിടെ അറിയാതെ ബോഡി ഒന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ വന്ന് ഈ സംഭവം വരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, CHSLന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന 8-ാം തീയതി, നാളെ കേട്ടോ, October 8. മറന്നുപോലെ ഇന്നൊക്കെ അപ്ലൈ ഉള്ളവർ ഇന്ന് തന്നെ അപ്ലൈ, ലാസ്റ്റ് മുഹൂർത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിള്ളേരെ, ഓർത്തോണം. ഓക്കെ, ലെറ്റ് മീ സീ.
അടുത്ത, can you spell out your study plan? That's a great sentence. That's a great sentence. UK. Yeah, start. One second. Technical team. Okay. Yes. That's it. Government needs to come up with a plan to resolve the debacle of economy which is grinding on. Yes. Internship, സെമസ്റ്റർ, എക്സാം, ഫുൾ ബിസി. സെൻറ്റൻസ് ആണെന്ന് ഞാൻ വിചാരിച്ചത്, എക്സാം ആയിരുന്നു അല്ലേ. എനിക്ക് തോന്നി നീ പഠിത്തത്തിൻ്റെ തിരക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ദാറ്റ്സ് വൈ ഞാൻ ചോദിച്ചതിനോട്. പ്രൊഫോമ എന്നാൽ ഫോമാറ്റ് എന്നാണോ? അങ്ങനെയല്ല. പ്രൊഫോമ എന്ന് പറഞ്ഞാൽ ഒരു എന്തോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിന് നമ്മൾ പറയും, എന്തോ എന്തിൻ്റെ ഒരു എഴുതി വെച്ചേക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഫോമ എന്ന് പറയുന്നത് കേട്ടോ. Yeah, he is a veteran in cryptography. That is great. Rindu ma'am, lay down aspirant to press the like button as it will mark the presence of aspirants. അത് തന്നെ. അപ്പോൾ എനിക്കറിയാം എത്ര പേര് വന്ന് നമ്മുടെ കുട്ടികൾ വന്നൊക്കെ അറിയാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു ലൈക്കുള്ള സെഷൻ കണ്ടാൽ നമുക്കത് കാണാനുള്ള തോന്നും. ബിക്കോസ് ഇഫ് ദർ ഇസ് സംതിങ് ഗുഡ് ഇൻ ഇറ്റ്, ഒരാൾ ലൈക്ക് ഇടും അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ലൈക്ക് വീഡിയോസിലിടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡു ലൈക്ക് ദ ബട്ടൺ, ഹിറ്റ് ലൈക്ക് ബട്ടൺ പീപ്പിൾ. The organization come up with അല്ല ജിഷ്മ, ഓർഗനൈസേഷൻ കംസ് അപ്പ് വിത്ത്, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ് കൊടുക്കണ്ടേ, കംസ് അപ്പ് വിത്ത് കൊടുക്കുക. അല്ലെങ്കിൽ യു ക്യാൻ സേ the organization came up with a performer which is spelled out. അവിടെ spelt which is spell out ചെയ്യപ്പെട്ടു by the chief of the organization. കാര്യം ജിഷ്മ ഇത് പാസീവ് അല്ലേ, which is spelt out by the, അപ്പോൾ B+V3 ഫോം. ഫുൾ മാറ്റം. ആരതി ഞാനെവിടെയാ? ഡൽഹിയിലാണ്. ഞാനിപ്പോൾ കേന്ദ്രത്തിലാണ് എൻ്റെ പിടിയിൽ നിന്ന് അല്ലേ. ദ കേരള ഗവൺമെൻറ് കെയിം അപ്പ് വിത്ത് കേരള പ്രോജക്ട് ബട്ട് ഇറ്റ് വാസ് എ സ്ക്രോഡിജേഴ്സ് ക്യാറ്റ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് പീപ്പിൾ. ഹവ മോളെ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഉഷാറായിട്ട് നമ്മുടെ എല്ലാ പിള്ളേരും എത്തിയല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ദ പേപ്പർ വർക്ക്സ് പറയില്ലേ, പേപ്പർ വർക്ക്. അത് നമ്മളൊരു പേപ്പർ വർക്ക് ചെയ്തോടാന്ന് ചോദിക്കില്ലേ, ദാറ്റ്സ് വർക്ക് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ പേപ്പർ വർക്കാ. യു കെ നോട്ട് സേ പേപ്പർ വർക്ക്സ്, യു ക്യാൻ സേ പേപ്പർ വർക്ക് എന്ന് തന്നെ പറയണം കേട്ടോ. ഇൻ ദ വില്ലേജ് ഓഫീസ് ടേക്സ് അപ്പ് എ ലോട്ട് ഓഫ് മൈ വാല്യുബിൾ ടൈം. ദാറ്റ്സ് ഗ്രേറ്റ്. ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് റോജേഴ്സ് ക്യാറ്റ്. യെസ് മൈ ലോർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഹീ ഈസ് മാനിയാക് സിൻസ് ഹീസ് മാനിയക് അല്ല, ഹീസ് എ മാനിയക്. ഒരു മാനിയക്, ഒരു സൈക്കോ ആണെന്ന് പറഞ്ഞത്. ഹീ ഈസ് എ മാനിയക് സിൻസ് ഹി കുഡൻ റൈറ്റ് എ പെർഫോമ ഓഫ് എ സിംഗിൾ ആപ്ലിക്കേഷൻ ലെറ്റർ. ഗ്രേറ്റ്. മീര ഗുഡ് മോർണിംഗ്. എവിടെ എല്ലാവരും എവിടെയായിരുന്നു? ഇന്ന് വേറെ ലുക്ക്. ഇന്ന് വേറെ സെറ്റപ്പ്. ഇന്ന് വേറെ സ്ഥലത്താണ്, കേരളത്തിലല്ല, ഞാനങ്ങ് കേന്ദ്രത്തിലാണ്, ഡൽഹിയിലാണ്. യെസ്, ഓക്കെ. യാ, ഷീ ലേ ഡൗൺ the idea. Lay down പറയില്ല അർഫാന, lays down. She അല്ലേ, സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ. She lays down the idea and performer was sent to the leader of. She laid down the idea and performer sent to എന്ന് പറയുക. Okay, great. വീട്ടിലല്ല കേട്ടോ ആരതി, ഞാനിവിടെ വീട്ടിലല്ല. I have all the performer with me. This is my performer. Great. ലെയ്ഡ് ഡൗൺ ആണ്. ലെയ്ഡ് ഡൗൺ അതാ പറഞ്ഞത്. അതെ ഷമാസേ, ഒന്നെങ്കിൽ ലേ ഡൗൺ കൊടുക്കുമ്പോൾ ലേസ് എന്ന സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ ലെയ്ഡിൻ്റെ പാസ്റ്റ് എന്താ, ഈ ലെയ്ഡിൻ്റെ പാസ്റ്റ് എന്താ, ലെയ്ഡിൻ്റെ ഇതെന്താ, കൊടുക്കുക പാസ്റ്റ് ടെൻസ് കേട്ടോ. ലെയ്ഡ് കൊടുക്കണേ, ഓർത്തോണം. V2V3. ഇത് V2V3 ആണ്. Okay, yes. Government sends a paradox to its personnel for encompassing the perpetrators. Great. Nidhi, good morning. ഇന്ന് മാത്രം ഇങ്ങനെ പഠിപ്പിക്കുള്ളൂ. ഇന്നാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, നോക്കാം. To lay down foundation of English vocabulary, one can watch Rindu ma'am's editorial. She spells out vocabulary on every YT session. Oh, thank you. On every YT session, in every YT session. കേട്ടോ അഭിലാഷേ. Ma'am, please explain the last one once again. ഏതാടാ സ്ട്രോഡിജേഴ്സ് ക്യാറ്റോ? അത് നിങ്ങൾക്ക് എക്സാമിന് വരുമൊന്നുമില്ല. ഇന്ന് ഇത് വന്നോണ്ട് എക്സാമിന് വരുമൊന്നുമില്ല കേട്ടോ, ഈ സംഭവം വരുത്തൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ അതൊരു ഇഡിയമായിട്ട് നാളെ യൂസ് ചെയ്യപ്പെടാം. സ്ട്രോഡിജേഴ്സ് ക്യാറ്റ് എന്നൊരു പാരഡോക്സ് ആണ്, വൈരുദ്ധ്യം. അത് ഒരു ക്വാണ്ടം ഫിസിക്സിലെ ഒരു പ്രോസസ്സാണ്, അതിന് പറയുന്നതാണ് സ്ട്രോഡിജേഴ്സ് ക്യാറ്റ് എന്ന് പറയാം കേട്ടോ. പുള്ളി ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ദ ആക്ടർ കെയിം അപ്പ് വിത്ത് എ ഹോട്ട് പൊട്ടേറ്റോ. ഗ്രേറ്റ്. എന്നാലും നെറ്റിപ്പോയി ഹിന്ദിയിൽ ഡ്രസ്സ് കളർ ചേഞ്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദി ആണല്ലേ എൻജോയ്. ഇപ്പോൾ ഡൽഹിയിലാണ്, സത്യം അതാണ്. ദ റിസൾട്ട് ഓഫ് ഇൻവെൻഷൻ വാസ് സ്ട്രോഡിജേഴ്സ് ക്യാറ്റ് ഫോർ ദ സയൻറ്റിസ്റ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. പ്ലീസ് ഡോണ്ട് കം അപ്പ് വിത്ത് ദ ഓൾഡ് ഐഡിയ. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു പെർഫോം റൈറ്റ് നൗ. യെസ്,
യെസ്, ചേഞ്ച് നല്ല അല്ലേ? പുറത്തൊക്കെ പിള്ളേരെ മറക്കണ്ട. സ്പെൽ ഔട്ട്, ലേ ഡൗൺ, ക്രിപ്റ്റോഗ്രഫി, ടേക്ക് അപ്പ്, കം അപ്പ് വിത്ത്, പെർഫോമ ആൻഡ് സ്ക്രോഡിജേഴ്സ് കാറ്റ്. ഇതാണ് ഇന്നത്തെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പം നമുക്ക് എന്തായിട്ട് പോവാം? നമുക്ക് നേരെ നമ്മുടെ മറ്റു വേർഡ്സിലോട്ട് പോകാം. സിനോണിംസ്, ആന്റണിംസ് ആൻഡ് അതർ വേർഡ്സ്. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ട്. അതുപോലെ മനസ്സിലായെങ്കിൽ തംസപ്പ് ഇടുന്ന പോലെ തന്നെ ഓർക്കുക, നമുക്ക് നമ്മുടെ കോഴ്സുകളെല്ലാം 17% ഡിസ്കൗണ്ടിൽ കിട്ടും. ആൻഡ് യു നോ മൈ കോഡ് Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിപ്പോൾ അടയിലെ എല്ലാ ബുക്സിനും, നിങ്ങൾ അടയിലെ ബുക്സ് ശ്രദ്ധിച്ച് നോക്കണേ. 24/7 ആപ്പിൽ പോയിട്ട് നിങ്ങൾക്കറിയാലോ, നമ്മൾ പോയി കഴിയുമ്പോൾ 4ാമത്തെ കൊതിൽ കണ്ടന്റിൽ നിങ്ങൾക്ക് കൊടുക്കാം, കണ്ടന്റ് കൊടുക്കാം. അപ്പോൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് കഴിഞ്ഞിട്ട് സ്റ്റോർ ഉണ്ട്. അപ്പോൾ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബുക്സ് ഉണ്ട്, ബുക്സും ഉണ്ട്. ബുക്സ് പോയി നോക്കിയാൽ അടിപൊളി ബുക്സ് ഉണ്ട്. ഞാൻ ആ ബുക്സിൻ്റെ ഹാർഡ് കോപ്പി ഇപ്പോൾ ഇന്ന് എടുത്ത് നോക്കി. ഇവിടെ നല്ല ബുക്സാണ്. ഞാൻ ബാങ്കിങ്ങിൻ്റെ ഒക്കെ വേണ്ടിയിട്ടുള്ള, ബാങ്കിങ് SSCക്ക് വേണ്ടിയിട്ടുള്ള, റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ബുക്ക് ഞാൻ നോക്കി. നല്ല ബുക്സാണ്, നല്ല കണ്ടൻറ്റ് നല്ലതാണ്. നമുക്കൊരു അടിപൊളി, വി ഹാവ് എ ഹ്യൂജ് കണ്ടൻറ്റ് ടീം ഹിയർ. ഇവിടെ ഒരു വല്ലാത്തൊരു വമ്പൻ കണ്ടൻറ്റ് ടീമുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബുക്സ് കണ്ടു. ആ ബുക്സ് ഞാൻ കണ്ടൻറ്റ് കണ്ടുകൊണ്ട് പറയണത് നല്ല ബുക്സാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് ണെങ്കിൽ ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നല്ലൊരു മെത്തേഡാണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. 22% ഡിസ്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? Y314 കൂടെ നിങ്ങളൊരു S ഇട്ട് കൊടുക്കുക. യെസ്, Y314 ഒരു S ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ S ഇടാനുള്ള കാര്യം എന്താണെന്നറിയോ? സ്പെഷ്യൽ കോഡ് വരേണ്ട സമയത്ത് സ്പെഷ്യൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ S ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമുക്ക് 22% നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറ്റും? നമ്മുടെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിസ്കൗണ്ട് കൂടി ബുക്സ് കിട്ടാൻ വേണ്ടി കേട്ടോ. ബുക്സിന് വേണ്ടി മാത്രം. വൈറ്റിൽ ഷോർട്ട് വീഡിയോ ഇടും മിസ്സേ. ഇടാ ഷോർട്ട് വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഓഫീസൊക്കെ കാണിച്ചു തരാം. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്, ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഓഫീസ് കാണിച്ചു. അടിപൊളി ഓഫീസാട്ടോ, അടിപൊളിയാണ്. യെസ്, പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടോ അഭിലാഷ്? അത് കൊള്ളാം. ശങ്കരേ, ഞാനത് പ്ലാൻ ഇടുന്നുണ്ട്, ബോർഡൂടെ അടിച്ച് പറ്റിക്കൊണ്ട് വന്നാലേ. ഇടാം. ഹിന്ദി അഗ്രികൾച്ചർ ഇടാ. സന്ദീപൻ വർഷ മാമിനെ കണ്ടാൽ ഒരു ഹായ് പറയണേ. ശരി ആരതി. സന്ദീപ് സാറിനെ വർഷ മാമിനെ അല്ലേ? ഓർത്ത് വെച്ചേക്കാം, സന്ദീപ് സാർ വർഷ മാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പേര് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നാളെ മറന്നുപോയല്ലോ അല്ലേ? പറയാട്ടോ. ദ സ്ക്രോഡിജേഴ്സ് കാറ്റ് ഇൻ ടെസ്റ്റിമോണീസ് കോഴ്സ് ജസ്റ്റിസ് ടു കാസ്റ്റ് ഷാഡോ ഇൻ ദ കേസ് ഗ്രേസ്. ഈ ബുക്ക് തന്നെ ആണോ ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുന്നത്? ഈ ബുക്കിൻ്റെ അല്ലാതെ ബുക്സിൻ്റെ വേറെ ഉണ്ട്, നീ നോക്ക്. ഈ ബുക്കും ഉണ്ട്, ഹാർഡ് കോപ്പി ഉണ്ട് കേട്ടോ. നീ നോക്ക് അതിലേതാണ് നിനക്ക് വേണ്ടത്. ഈവനിങ് പെയ്ഡ് ഒന്നും ഉണ്ടാവില്ലേ? ഇന്ന് പെയ്ഡില്ല. പെയ്ഡ് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നറിയോ? ഇന്ന് നമുക്ക് ഓഫീസ് പാർട്ടി ഉണ്ട്. നമ്മളെല്ലാവരും ഇന്ന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ, ഇന്ന് ഓഫീസിൽ പാർട്ടി നടത്തുന്ന കാര്യം വെച്ചാൽ, ഗൂഗിളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റർ. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗൂഗിൾ ഈസ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ. അപ്പോൾ അത് വലിയൊരു സെലിബ്രേഷൻ. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മളിവിടെ വന്ന് മീറ്റ് ചെയ്താണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറയാം, പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് വൈകിട്ട് പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കുകളൊക്കെ. അപ്പോൾ പെയ്ഡ് ഉണ്ടാവില്ല. അടുത്ത ദിവസം നിങ്ങൾക്ക് അത് റീഷെഡ്യൂൾ ചെയ്തെടുത്ത് തരും. ലൈവിൽ ഇത്രയും പേരുണ്ടായിട്ട് ഉഷാറില്ലല്ലോ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. മൂവിങ് ടു നെക്സ്റ്റ്. അടുത്തോട്ട് പോകും, സമയം കളയണ്ട. നമുക്ക് FCAയുടെ ബാച്ച് ഉണ്ട്. FCAയുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ കഴിഞ്ഞു അല്ലേ? 5ാം തീയതി ആയിരുന്നു. 6ാം തീയതി അല്ലേ? 6ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അല്ല, 5ാം തീയതി തന്നെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കാറ്റഗറി 2 and 3 തേർഡ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 2022 നമ്മുടെ കോഴ്സ് ഫീ അല്ലേ? നിങ്ങൾ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട. Y314 എന്ന കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2022 രൂപയ്ക്ക് നമ്മുടെ FCA കോഴ്സ് കിട്ടും. SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? ഉഷാറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഡ്മിഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം കുറച്ചൊരു ബേസിക്സ് മുതൽ നമ്മൾ കവർ ചെയ്യും. PO ആകുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ആൻഡ് മീഡിയം ലെവലിലോട്ടായിരിക്കും പോയിരിക്കുന്നത്. SBI POയുടെ ക്ലാസ്സുകൾക്ക് 2159 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കേണ്ട. കോഡ് എന്താണ്? Y314 എന്ന കോഡാണ് കേട്ടോ, ഓർത്തോണം. ഓക്കെ, എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉറക്കത്തില്ല. ഞാനും ഗ്രീഷ്മ മിസ് മാത്രമേ എണീറ്റ് ഇവിടെ വന്നിട്ടുള്ളൂ, സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഹോട്ടലിൽ കിടന്നല്ലോ ഉറക്കുക. യെസ്, ജില്ലാണെന്നല്ലേ? ആണോ? വുഡ് യു ഗൈസ് ബി സ്റ്റാർട്ടിങ് സെക്കൻഡ് ബാച്ച് ഫോർ FCA? ദാറ്റ്സ് വാട്ട് വി പ്ലാൻ. ദാറ്റ്സ് വാട്ട് വി ആർ പ്ലാനിങ്. സീലിയൻ ഉറപ്പായിട്ടും അത് അറിയിക്കാം കേട്ടോ. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ്, സമയം കളയണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വേർഡ്സിലോട്ട് പോകാം. ലിയോറിയ. വാട്ട് ഇസ് ലിയോർ? നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള വാക്കാണല്ലേ ലിയോറിയ. ലിയോർ എന്ന് പറയുന്ന ഒരു വേർബാണ്. ആൻഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലോർ. നിന്റെ ഇതിൽ അല്ലേ, നിന്റെ ടെംപ്റ്റേഷനിൽ ഞാൻ അട്രാക്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നിന്റെ ഒരു അല്ലേ, നിന്റെ ടെംപ്റ്റേഷനോട് ഞാൻ ഇല്ല, അതിന് ഞാൻ ഇല്ലടാ, ആ കളിക്ക് ഞാനില്ല എന്ന് പറയില്ലേ. സോ ലോർ മീൻസ് ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ എൻറ്റൈസ്മെൻറ്റ് എന്ന് പറയും. ഇതേ സാധനത്തിന് നമുക്ക് വേർബായിട്ട് പറയുമ്പോൾ സെയിം മീനിങ് തന്നെ. ടെംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്
വേർബായിട്ട് പറയുമ്പോൾ അതിൻ്റെ മീനിങ്. നൗണായിട്ട് പറയുമ്പോൾ മീനിങ് ഉണ്ടല്ലോ, നൗണായിട്ട് പറയുന്ന അതേ സാധനം തന്നെ ലിയോർ ചെയ്യുക. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യോർ ലിയോർ എന്ന് പറഞ്ഞാൽ നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ടെംപ്റ്റേഷനിലൊന്നും ഞാൻ ഇതല്ല, അട്രാക്ഷൻ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക മയക്കെടുക്കുക എന്നൊക്കെ പറയില്ല, അതാണ് ലിയോർ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഓർത്ത് വെച്ചോണം, ലിയോർ എന്ന് പറഞ്ഞിട്ടുണ്ട് ടെംപ്റ്റേഷൻ, എൻറ്റൈസ്മെൻറ്റ്. അതേ സാധനം വേർബായിട്ട് വരുമ്പോൾ ടെംപ്റ്റ് ചെയ്യുക, എൻറ്റൈസ് ചെയ്യുക, അട്രാക്റ്റ് എന്നൊക്കെ പറയും. അടുത്തിട്ട് വരുമ്പോൾ പെർസ്വേഡ് ചെയ്യുക എന്ന് വലിയ പ്രത്യേകിച്ച് മീനിങ് വ്യത്യാസമൊന്നുമില്ല പെർസ്വേഡിന്, അല്ലേ? നമ്മളീ പറയുന്ന പെർസ്വേഡിന് വലിയ മീനിങ് വ്യത്യാസമൊന്നുമില്ല. പെർസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ ലിയോറിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ തന്നെ, പക്ഷേ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ പെർസ്വേഡ് ചെയ്യുക. ഐ വുഡ് ലവ് ടു, അല്ലെങ്കിൽ ഹി പെർസ്വേഡഡ് മീ ടു എൻറോൾ ഫോർ ദ കോഴ്സ്, അല്ലെങ്കിൽ ഹി പെർസ്വേഡഡ് മീ ടു സ്റ്റാർട്ട് ദിസ് ജോബ്, അല്ലെങ്കിൽ ഹി പെർസ്വേഡഡ് മീ ടു അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടില്ലേ? പെർസ്വേഡ് ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡാണ്. പെർസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, കൺവിൻസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുക. കേട്ടല്ലോ, കൺവിൻസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മുടി പറഞ്ഞല്ലേ. ദ മിനിസ്റ്റർ വാസ് ല്യോർഡ് ഇൻ ടു ഹണി ട്രാപ്പ് ബൈ ആൻ ഇമ്പോസ്റ്റർ. ഉറപ്പായിട്ട് സ്റ്റുഡിയോ വ്ളോഗ് കേട്ടോ, ഞാൻ തന്നെ ഞാനല്ല, വേറെ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കൈ കാണിക്കാം, അതെല്ലാം ചെയ്യിപ്പിക്കാം കേട്ടോ. യെസ്, ശാന്തനു, ശുഭം സർ ഇവരെ കൊണ്ടൊരു ഹായ് പറയണേ. ശാന്തനു സാറിനോടും ശുഭം സാറിനോടും പറയണം അല്ലേ? പറയാം. അടാ ചാനൽ, ബാങ്ക് ചാനലല്ലേടാ, ഞാൻ പറയാം. യു കാൺ പെർസ്വേഡ് മീ വിത്ത് യുവർ വേർഡ്സ്, പുട്ട് യുവർ മണി വേർ യുവർ മൗത്ത് ഇസ്. യെസ്, ഞാൻ അവരോടൊക്കെ ഹായ് പറഞ്ഞേക്കാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വക പ്രത്യേക ഹായ് ഉണ്ടായിരുന്നു ഞാൻ അവരോട്, അപ്പോൾ ദേ വിൽ ബി റിയലി ഹാപ്പി. പറയാം കേട്ടോ. യു കാൺ പെർസ്വേഡ് മീ വിത്ത് യുവർ വേർഡ്സ്, പുട്ട് യുവർ മണി വേർ യുവർ മൗത്ത് ഇസ്. That's correct. He lured her in to give her ornaments to him. To give her അവളുടെ ornaments to him. Okay, great, Pravina. The cookies lured the kids to forget the actual destination. That is great, people. That's great. ഷമാസെ കൊള്ളാം കേട്ടോ. അടുത്തൂടെ റാഷണൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു റാഷണൽ. എന്തായിരുന്നു റാഷണൽ? റീസൺ, അല്ലെങ്കിൽ ലോജിക്, ഗ്രൗണ്ട്സ്, അല്ലെങ്കിൽ സെൻസ് എന്ന് പറയില്ലേ. രാവിലെ ഞാനേ ഇച്ചിരി ആവേശം കൂടി പോയോ എന്നൊരു ഡൗട്ട് കേട്ടോ. അപ്പം റാഷണൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ റാഷണൽ ബിഹൈൻഡ് ദിസ് ഡിസിഷൻ? എന്താണ് ഇതിൻ്റെ ഒരു ലോജിക്ക്? ഈ ഡിസിഷൻ്റെ നീ എടുക്കാനുള്ള കാരണം എന്താ? അത് പറഞ്ഞില്ല. ഞാനിപ്പോൾ കുറച്ച് സെൻറ്റൻസ് കൂടി മേക്ക് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഐ എം റിയലി ഇൻറ്റുഇറ്റ്. ഇതിനോട് ഭയങ്കര ഇൻറ്റുഇറ്റ് ആയിപ്പോൾ ഇന്ന്. അടുത്ത ഇമ്പാർട്ട് ചെയ്യുക. വാട്ട് ഈസ് ഇമ്പാർട്ട് യുവർ നോളജ്, pass your knowledge, pass over your knowledge, communicate your knowledge, convey your knowledge, transmit ചെയ്യുക. ദാറ്റ് ഈസ് ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, പാസ് ഓൺ ചെയ്യുക, കൺവേ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ, ദാറ്റ് ഈസ് വാട്ട് ഇമ്പാർട്ട് ഇസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? Always he has an extreme lure while seeing alcohol. അല്ലല്ല അനക, always is an adverb of frequency. ഈ adverb of frequencyയുടെ പ്രത്യേകത എന്താ? അത് മെയിൻ വേർബിൻ്റെ തൊട്ട് മുമ്പിൽ കൊടുക്കണം. അപ്പം മെയിൻ വേർബ് ഇവിടെ ഏതാണ്? ഹാസ് ആണ്. അപ്പം എന്ത് കൊടുക്കണം? he always has a extreme lure ആണോ? അല്ല, an extreme lure. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വവൽ സൗണ്ട് ആണെങ്കിൽ എക്സ്ട്രീം വവൽ സൗണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിന് എന്തിട്ട് കൊടുക്കണം? ഈ വവൽ സൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്താ ഇട്ട് കൊടുക്കുന്നത്? ആൻ ഇട്ട് കൊടുക്കണം. ആൻ എക്സ്ട്രീം ലിയോർ എന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തോ. ഹി ഓൾവേസ് ഹാസ് ആൻ എക്സ്ട്രീം ലിയോർ വൈൽ സീക്കിംഗ് ആൽക്കഹോൾ എന്ന് കൊടുക്കണം കേട്ടോ. അടുത്ത് നോക്കാം. ഐ പെർസ്വേഡഡ് ഹെർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ദാറ്റ്സ് ഗ്രേറ്റ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. She persuades me to study well. That's great. Farmers made a great protest when Modi government came up with the idea of farm laws. Great. നമ്മുടെ ഹിന്ദി ചാനലിൽ അത് തന്നെ മനസ്സിലായി. അനക്ക് ആനാക്കി അല്ലേ? ഗ്രേറ്റ്. അപ്പോൾ മറ്റേതൊന്നും മാറ്റം. ഓൾവേസ് ഹാസിൻ്റെ തൊട്ട് മുമ്പ്. The FIR report says the death of DG headquarters is a persuaded suicide. I can't believe it. Great. Please impart your ideas about the project. That's great. Her rationality keeps her away from lure. That is great. He has a rationale of a wooden chair and the IQ of a crayon. I wouldn't be taking advice from him if I were you. That is great. That's great sentence. പെർസ്വേഡ് ആൻഡ് വീഡിൽ ആണ് സിനോണിംസ് ആണ്. പെർസ്വേഡ്, വീഡിൽ, എന്തിന്? പെർസ്വേഡും ല്യോറും ഒക്കെ സിനോണിംസ് ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് സെൻസ്. അപ്പോൾ ആക്യുറേറ്റ് വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, കുറച്ചുകൂടെ പോസിറ്റീവ് വേർഡ്. ഇതും ല്യോർ ആണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്ത് വീഴ്ത്തുക അല്ലേ? അവനെ വീഴ്ത്തി, അവളെ ഞാൻ വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞത് ആ ല്യോർ, അതാണ് ടെംപ്റ്റേഷൻ. അതുകൂടെ വരുമ്പോഴാണ് വ്യത്യാസം. കോക്സ് ഒക്കെ ഇതിന് അതുപോലെ മീനിങ് കേട്ടോ ആണ്. കോക്സിയ തന്നെ. യെസ്, റിമെമ്പേഴ്സ് എ വെറ്ററൻ ഇൻ ഇമ്പാർട്ടിംഗ് നോളജ്. എൻ്റെ പൊന്നെ, അത് വേണോ അഭിനയ? ഐ എം ലേണിംഗ് എന്ന് ഞാൻ പറയാം. ഗാന്ധിജി പെർസ്വേഡഡ് എവറി സിറ്റിസൻസ് ടു എമിലെ, ഞാൻ ഇന്നലെ പറഞ്ഞു എവറിയുടെ കൂടെ ലിസൺ. എവറി നമുക്കുണ്ടല്ലോ. യെസ്, എവറി, ഈച്ച്, ഐദർ, ഇവരുടെ കൂടെ എപ്പോഴും ഓർത്തോണേ, സിംഗുലർ നൗൺ.
മാത്രം, സിംഗുലർ നൗൺ മാത്രം. ഇവരുടെ എപ്പോഴും സിംഗുലർ നൗൺ. എവറി ആയിക്കോട്ടെ, ഐദർ ആയിക്കോട്ടെ, ഈച്ച് ആയിക്കോട്ടെ, നൈദർ ആയിക്കോട്ടെ, ഇവരുടെ കൂടെ എപ്പോഴും സിംഗുലർ നൗൺ മാത്രം. അതായത് എവറി അപ്പം എന്ത് വരും? എവറി ഇന്ത്യൻ ടു ഫോളോ നോൺ വയലൻസ് ആൻഡ് പീസ് കൊടുക്കണം. അല്ലേ? വി മസ്റ്റ് ഇമ്പാർട്ട് ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ടു സ്കൂൾ ചിൽഡ്രൻ. ഷി പെർസ്വേഡഡ് ഹർ ഹസ്ബൻഡ് ടു ഡിസ്ക്ലോസ് ഹിസ് സീക്രട്ട് ടു ഹർ. ഓക്കെ, ഗ്രേറ്റ്. റാഷണലും നൗൺ മാത്രം ആണോ മിസ്സേ? അജക്റ്റീവായിട്ട് ഉപയോഗിക്കും. പക്ഷേ ആര്യ നമ്മൾ അജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അല്ല, ആര്യ തന്നെ അജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ? യെസ്, അജക്റ്റീവ് എന്താ? ഈ റാഷണലാണ്. RATIONAL. ഇതാണ് അജക്റ്റീവ് റാഷണൽ. അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചല്ലേ ഇത്. ഈ റാഷണലിൽ ഈ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഈ വന്നിട്ടുണ്ടെങ്കിൽ നൗണും, ഈ വന്നിട്ടില്ലെങ്കിൽ കേട്ടോ, ഇതാണ് നമ്മുടെ ക്ലൂ. ഈ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഈ വന്നിട്ടുണ്ടെങ്കിൽ റാഷണൽ എന്ന് പറയുന്നത് നൗണാണേ. പക്ഷേ ഈ ഇല്ലെങ്കിൽ അത് അജക്റ്റീവാ. റാഷണൽ തിങ്കിങ് അല്ലേ? റാഷണൽ തിങ്കിങ്, ദേ ആർ ദ റാഷണൽ തിങ്കേഴ്സ് എന്നൊക്കെ പറയില്ല ആ സംഭവം. ഓർത്താൽ മതിയേ. യെസ്, വൈ മസ്റ്റ് ഓഫ് ദ പൊളിറ്റീഷ്യൻസ് ഹാവ് എ ലിയർ ഓഫ് സ്ട്രോളിങ് മണി. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഇറ്റ് ഈസ് സ്റ്റോളിംഗ് ആണോ? എന്ത് സ്റ്റോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? കൂട്ടിവെക്കുക, പിടിച്ചു വെക്കുക. ആ സ്റ്റീലിംഗ് ആണോ നീ ഉദ്ദേശിച്ചത്? സ്റ്റീലിംഗ് ആണ്. STAL. വിനു, സ്റ്റീലിംഗ്. STALING, സ്റ്റീലിംഗ് കേട്ടോ. It is difficult to persuade the danger of that exacerbated situation. Great. Relationship always against rational things always. So keep it away. Alala. Relationship is always against rational things. കേട്ടോ, മറ്റേ റാഷണൽ. അപ്പോൾ ആ റാഷണൽ തിങ്സിന് റാഷണൽ ഇല്ല. റാഷണൽ തിങ്സ് ആണ്, ലോജിക്കൽ തിങ്സ് ആണ്. ലോജിക് ആണെങ്കിൽ റാഷണൽ എന്ന് മാത്രം കൊടുത്താൽ മതി. തിങ്സ് അവിടെ കൊടുക്കണ്ട കേട്ടോ. തിങ്സ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. യെസ്, ഓക്കെ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ചേർത്തേ. യു നീഡ്സ് എ റാഷണൽ ഇല്ലല്ല. വിനു, യു നീഡ്സോ? യു എപ്പോഴും പ്ലൂറൽ അല്ലേ? അതിനോട് യു നീഡ് കൊടുക്കണം. യു നീഡ്. പിന്നെ റാഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈ റാഷണൽ അല്ല, ഈ റാഷണൽ, നമ്മുടെ അബ്ജക്റ്റീവ് റാഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുക്കണം. ടു പെർസ്വേഡ് ദ കോർട്ട് ടു ഗെറ്റ് കൺവിക്ഷൻ. അതോറിറ്റീസ് lured the common people to give bribe for personal satisfaction. The master went on a quest quietly but not before imparting his wisdom to his disciples. Great. Probe team found that there is no rational മോട്ടീവ്. ആ റാഷണൽ മോട്ടീവും സോനലെ അല്ല, അജക്റ്റീവ് ആണേ. റാഷണൽ ഇല്ല. ബിഹൈൻഡ് ദ മർഡർ. അല്ലെങ്കിൽ പിന്നെ റാഷണൽ ബിഹൈൻഡ്, അവിടെ മോട്ടീവ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതാ പറയുന്നത്. ഈ നൗണ് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു നൗണിൻ്റെ ആവശ്യമുണ്ടോ പിള്ളേരെ? ഇല്ല. ഓർത്തോണ്ട് അടുത്ത ഡിസ്ക്ലോസ്. എന്താ ഡിസ്ക്ലോസ് ചെയ്യുക? ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ടു യു. ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല നിൻ്റെ അടുത്ത്. റിവീൽ ചെയ്യുന്നില്ല, ഡൈവൾജ് ചെയ്യുന്നില്ല, ടെൽ ചെയ്യുന്നില്ല, ഇമ്പാർട്ട് ചെയ്യുന്നില്ല. ഞാൻ നിനക്കത് പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു റിവീൽ ഇറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്ക്ലോസ് ഇറ്റ് എന്ന് പറയും. ഡിസ്ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് വെക്കുന്നതിനെ ഡിസ്ക്ലോസ് ചെയ്യുക. തുറന്ന് കാണിക്കുക. ദാറ്റ് ഈസ് ഡിസ്ക്ലോസ് കേട്ടോ. ഓക്കെ, അത് വളർത്തണം കേട്ടോ. ഓക്കെ, യെസ്. അഡ്വർടൈസ്മെന്റ്സ് lure people to buy their products. People lost their rationality after watching the ads and are persuaded to buy the products. That's great. അത് വേണം. You have the potential to lure aspirants. അടിപൊളി. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Rindu ma'am is good at imparting positive energy. I'm so glad to hear that. I'm so honored to hear that. The trees of Roshach discloses the character of Asif Ali. Yes, Rocha. Okay. The rationale behind the Irfana's rogue behavior was merely because of her pursuit of freedom. That is great. The culprit disclosed the truth before the advocate. Okay. I know you and your people imparted with the judge before we came up with a solid proof which substantiate the fact. That's great. The lawyer persuaded the judge to accept his contentions. Great. Yeah. The government should impart new policies to tie up inflation rates. She has a temptation to disclose a secret. Great. The rationale behind the appointment of manager needs to be disclosed. ഞാനുണ്ട്, ഗ്രീഷ്മ മിസ് ഉണ്ട്, ഷഫീഖ് സാറുണ്ട്, റിജിൻ സാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വരാം. ഞാനുണ്ട്, റിജിൻ സാറുണ്ട്, ഷഫീഖ് സാറുണ്ട്, അമൽ സാറുണ്ട്, അരുൺ സാറുണ്ട്, സജിത മാം ഉണ്ട്, കിരൺ സാറുണ്ട്. ഞങ്ങൾ ഇത്ര പേരാണ് ടീച്ചേഴ്സായിട്ടുള്ള. റീമ മിസ് ഇല്ല, അമൃത മിസ് ഇല്ല, കാവ്യ മിസ് ഇല്ല, റിജിൻ സാർ, പുതിയ റിജിൻ സാറില്ല, മാത്സ് കേട്ടോ, മാത്സ് ക്വാണ്ട് റിജിൻ സാറില്ല, ഡേവിഡ്സൺ സാറില്ല, ലിയ മിസ് ഇല്ല, അനന്തു സാറില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഓക്കെ, യെസ്. The investigation disclosed many material evidence against many പറയില്ല കേട്ടോ MTR, many പറയില്ല, എവിഡൻസ് അല്ല, എവിഡൻസ് അൺകൗണ്ടബിൾ, മച്ച് മെറ്റീരിയൽ എവിഡൻസ് എന്ന് കൊടുക്കണം കേട്ടോ. അത് കറക്റ്റ് കാര്യം. എവിഡൻസ് ഇസ് അൺകൗണ്ടബിൾ, അൺകൗണ്ടബിളോട് ആൻ കൊടുക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഷീ ഡിസ്ക്ലോസ് എ സീക്രട്ട് വിച്ച് ലെഡ് ടു ദ disgruntlement അല്ല, which led to disgruntlement. It's uncountable with her friends. The victim disclosed the Candlestein files to the investigation team. Finally, she disclosed the rationale of not imparting the matter to him. Great. I agree with his statement because it has a rationale. That is great. The legacy of his father was imparted after the untimely death of his father. Okay. The accused persuaded the victim's relative
not to disclose evidence against him. Okay, the Malayalam rap performed by Neeraj Madhavan tell Tamil movie Yendu Tanidadu Vendu Tanindadu card lured my attention. Great. Ada Malayalam students waiting to impart with the facilities, so faculties in Delhi. Great. They have to divulge the criteria for award. Great. അടുത്തുള്ള പോകും പിള്ളേരെ. നെക്സ്റ്റ് വേർഡ് മാനിഫെസ്റ്റോ. ഇലക്ഷൻ മാനിഫെസ്റ്റോ കേട്ട് പരിചയമുണ്ടായിരിക്കും അല്ലേ? മാനിഫെസ്റ്റോ നമുക്ക് ഇന്നൊന്നും കേൾക്കുന്നത് അല്ലെ? ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ വെച്ചു എന്ന് പറയും. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ പബ്ലിക് അല്ലെ? മാനിഫെസ്റ്റോ മീൻസ് പബ്ലിക് ഡിക്ലറേഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ. അതിനെയാണ് മാനിഫെസ്റ്റോ എന്ന് നമ്മൾ പറയാം. അടുത്ത പോസ്. It could pose danger to a lot of people. It could pose a danger to a lot of people. പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊരു അർത്ഥമാണ്. അതിനെ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് എന്ത് പറയാം? നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറയാം പോസ്റ്റർ. നമ്മുടെ നിൽക്കുന്ന രീതി, നമ്മുടെ ബോഡി പോസ്റ്റർ, അതിനെയാണ് നമ്മൾ പറയുന്നത് പോസ്. നിന്റെ പോസ് കൊള്ളാലോ, ഹിസ് പോസ് ഇസ് ഗുഡ് അല്ലേ, ഹി ഹാസ് എ ഗുഡ് പോസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ കൊള്ളാം. അല്ലാതെ പ്രിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പോസ് ചെയ്തു അവൻ്റെ പോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ പ്രിറ്റൻസ് ആക്ടിങ് അല്ലേ, അതുകൂടെ പറയാം, അഭിനയമല്ലേ, അതിനെയും പ്രിറ്റൻസ് ഒന്നും പോസ് എന്ന് അർത്ഥമുണ്ട്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, ആദ്യമായിട്ടല്ല. അടുത്ത വയബിലിറ്റി. വയബിൾ സോഴ്സ് ആണ് അല്ലേ? വയബിലിറ്റി നമ്മൾ കേട്ട് പരിചയമുണ്ടല്ലോ. വയബിൾ അഡ്ജക്റ്റീവ് ആണ്. BLE വാക്കുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വയബിലിറ്റി TY വാക്കുകൾ വന്നാലോ അത് നൗണാണ്. സോ വയബിൾ എന്ന് പറഞ്ഞാൽ വർക്കബിൾ, ഫീസിബിൾ, പ്രാക്ടിക്കൽ എന്നാണ്. അപ്പം പ്രാക്ടിക്കാലിറ്റി, ഫീസിബിലിറ്റി, വർക്കബിലിറ്റി എന്നാണ് വയബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണം. അടുത്ത റിസെൻമെൻറ്റ് അല്ലേ? ഇറ്റ് കുഡ് റിസൾട്ട് ഇൻ ദ റിസെൻമെൻറ്റ് ടു യുവർ ഫാദർ. വെറുതെ വേണ്ടടി, അത് വെറുപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട, അവസാനം പിന്നെ വെറുത്ത് പോകും അത് ഒരാൾ അല്ലേ? ചിലർ പറയില്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് ഫീൽ ചെയ്യും അല്ലേ? ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, ഇൻഡിഗ്നേഷൻ ഫീൽ ചെയ്യും, ബിറ്റർനെസ് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് റിസെൻമെൻറ്റ്. കേട്ടല്ലോ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത നിറ്റിഗ്രിറ്റി. നിറ്റിഗ്രിറ്റി ഇസ് ഇൻഫോർമൽ വാക്കാണ്. ഓർത്തോണം, ഇറ്റ്സ് നോട്ട് ഫോർമൽ, ഇത് ഇൻഫോർമൽ. നിങ്ങൾ നിറ്റിഗ്രിറ്റി എന്ന് ഇൻഫോർമൽ ആയിട്ട് ആരോടെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഒരിക്കലും നിറ്റിഗ്രിറ്റി എന്ന് വേറെ നിങ്ങൾ ഫോർമലായിട്ട് എവിടെയും പറയല്ലേ. നിറ്റിഗ്രിറ്റി അതാ ഞാൻ പറയാം, എഡിറ്റോറിയൽ ലേമൻസ് ലാംഗ്വേജ്, കോമൺ പീപ്പിളിന് വേണ്ടിയിട്ട് പറയുന്ന ലാംഗ്വേജ് ആണ്. നിറ്റിഗ്രിറ്റി മീൻസ് ബേസിക്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ്, അല്ലെങ്കിൽ എന്ത് പറയാം അല്ലേ? ബേസിക്സ്, എസെൻഷ്യൽസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എസെൻസ്, കോർ എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ പറയുന്നത് നിറ്റിഗ്രിറ്റി. ഞാൻ പറയുകയാണേ, നിറ്റിഗ്രിറ്റി എന്ന വാക്ക് വീണ്ടും പറയുകയാണേ, ഇറ്റ്സ് നോട്ട് ഇത് ഫോർമൽ അല്ല, ഇറ്റ്സ് ഇൻഫോർമൽ. ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എഡിറ്റോറിയൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓർത്തോണം. ഓക്കെ, യെസ്, നോക്കാം. ഓക്കെ, യെസ്. ഫൈനലി ഷീ ഡിസ്ക്ലോസ് ദ റാഷണൽ ഓഫ് നോട്ട് ഇമ്പാർട്ടിംഗ് ദ മാറ്റർ ടു ഹിം. ദാറ്റ് ഇസ് ഗ്രേറ്റ്. എന്തെങ്കിലും വിട്ടുപോയി നോക്കട്ടെ. I agree with his statement because it is rational. Okay, the legacy of his father was imparted after the untimely death of his father. അതും പറഞ്ഞല്ലേ, എവിടെ വരെ ഞായിരുന്നു അത് വരുന്നു. അഭിലാഷേ, താങ്ക് യുടാ. ദേ ഹാവ് ടു ഡൈവൾജ് ദ ക്രൈറ്റീരിയ ഫോർ അവാർഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. 82 പേര് ലൈവിലുണ്ട്. എത്ര കാലങ്ങൾക്ക് ശേഷം ഞാൻ 82 പേരെ ലൈവിൽ എഡിറ്റോറിയൽ കാണുന്നത്. ലൈവിൽ എഡിറ്റോറിയൽ ഇത്ര പേരുണ്ടായിട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. പകുതി പേര് പോലും ലൈക്ക് ഇട്ടിട്ടില്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ്. ഓക്കെ, നോക്കിയേ പിള്ളേരെ. People, we will reveal the truth against you on corruption with immediate effect. Means പറയണം, come on, do it fast. I have the power not only here but also Delhi. ഓ, അതെനിക്കിട്ടാണോ? ഇവിടെ അല്ലടാ, എനിക്ക് അങ്ങ് ഡൽഹിയിൽ പിടിപാടുണ്ടെന്ന് പറയില്ലേ, കേന്ദ്രത്തിൽ പിടിപാടുണ്ടെന്ന് പറയില്ല, അതാണോ? അത് കൊള്ളാം. The manifesto of the new party is a gimmick to woo the voters. That's great. The actions were a far cry from the promises given in the manifesto. That's great, Celine. Cruelly said. Okay, the disclosure of Ardi's aversion for seafood lured her to eat less. That's great. What a nonsense manifesto. What is a nonsense manifesto? What's a nonsensical? Nonsense എന്ന് പറയുന്ന നൗണാടാ. നീ അത് വളരെ എന്താ പറയുക, എന്ത് പൊട്ട മാനിഫെസ്റ്റോ ആണെന്നാണ് കൊടുക്കുന്നതെങ്കിൽ യു കെൻ സേ നോൺസെൻസിക്കൽ മാനിഫെസ്റ്റോ ഡിക്ലെയർഡ് ബൈ ദ മെജോറിറ്റി പാർട്ടി എന്ന് കൊടുക്കാം. ദ വയബിലിറ്റി ഓഫ് ഇലക്ഷൻ മാനിഫെസ്റ്റോ അപ്പിയേഴ്സ് ടു ബി എ പോസ്. ഗ്രേറ്റ്. പോസ് വെച്ചൊരു സെന്റൻസ് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞേ, ഇറ്റ് കുഡ് പോസ് ഡേഞ്ചർ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇങ്ങനൊരു കാര്യം വന്നാൽ ആൾക്കാർക്ക് ഒരുപാട് ഡേഞ്ചർ പ്രസന്റ് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കേട്ടോ. The fast-paced in construction works by China on our border pose a threat to our security. Great. First, you have to listen to the manifesto to make sure it is viable. That's great. The police and indigenous people are not satisfied in the disclosure of the bus driver's pronunciation. It makes resentment among them. Great people. Resorting to solar energy is a viable replacement for fossil fuels. That's great. The rationale behind the success of Ponniyin Selvan due to the effort of അവിടെ വെർബ് എന്ത് MLA അവിടെ വെർബ് എന്ത് is the rationale behind the success of Ponniyin Selvan is due to the effort of all actors എന്ന് കൊടുക്കണം. Her resentment to learn the nitty-gritty of life will cost her a lot. Yes.
സച്ചിനെ എന്ത് പറ്റുന്നു? ഞാനിവിടെ ഡൽഹിയിലാടാ. ഇവിടെ അല്ലേ ഡൽഹിയിൽ വന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ക്ലാസ് എടുക്കും. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ജാടയാണ്, അതിനൊരു സെറ്റപ്പ്. അത് എന്താ ചെയ്യുക? ദ മാനിഫെസ്റ്റോ ഡിക്ലെയർഡ് ബൈ മീഡിയ വിത്തൗട്ട് എനി റെലവൻറ്റ് എവിഡൻസ് പോസ് എ റെസമെന്റ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി. ഗ്രേറ്റ്. ദ മാനിഫെസ്റ്റോ ഓഫ് കമ്പനീസ് നോട്ട് ഹാവിംഗ് മച്ച് വയബിലിറ്റി. ഐ ഡോണ്ട് ലൈക്ക് എ പോസ്റ്റ് ബിക്കോസ് ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി മേക്സ് മി സിക്ക്. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യു മസ്റ്റ് സ്റ്റഡി ദ nitty-gritty ഓഫ് സബ്ജക്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ദ rationale ബിഹൈൻഡ് Sharma's post made disgruntlement among his colleagues. Great. Viability of seeds are the nitty-gritty of agriculture. Great people. Moving to next set. അടുത്തോട്ട് പോകാം. നോക്കിക്കേ, നമുക്ക് SSC CGLന്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നാ? നാളെയാണ്. അതായത് 8 തീയതി, ഒക്ടോബർ 8 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യാത്തൊരു വേഗം പോയിട്ട് SSC CGL അപ്ലൈ ചെയ്യാം കേട്ടോ. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്തവണ 2000+ വേക്കൻസിയാണ്. എല്ലാ വർഷവും വരുന്നതല്ല കേട്ടോ. എല്ലാ വർഷവും വന്നിട്ട് നമുക്ക് മക്കളെ പിടിച്ചോ അപ്ലൈ ചെയ്തോ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ കിട്ടുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് അവസരം മുതലെടുക്കണം അല്ലേ. മേക്ക് എവറി ഓപ്പർച്യൂണിറ്റി യോഴ്സ് എന്ന് റിജിൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ. ഞാനത് കടമെടുക്കുവാണ്, റിജിൻ സാറിനോട് പറയേണ്ട ഞാൻ എടുത്ത കാര്യം. അപ്പോൾ അതാണ്. അപ്പോൾ CGL എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് അടുത്ത കാര്യം വെച്ചാൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒക്ടോബർ 10 തീയതി. അപ്പം അറിയാലോ, 2 ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേഗം വരിക, ജോയിൻ ചെയ്യുക. പുതിയ പാറ്റേണിൽ പോകാം. നമുക്ക് Tier 1 and Tier 2 മാത്രമേ ഇത്തവണയുള്ളൂ. കാര്യം Tier 4 വരെയുള്ളതൊക്കെ മാറ്റിക്കളഞ്ഞു. പുതിയ പാറ്റേൺ ആണ്. എവറിത്തിങ് ഹാസ് ബീൻ സെറ്റ്. അത് ഓർത്ത് വെച്ചോളാം. ആൻഡ് അടുത്ത തിങ് ഈസ് അബൌട്ട് SBI PO. ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. POയുടെ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. ഒക്ടോബർ 12 തീയതിയാണ്. പക്ഷേ മാറ്റി നിൽക്കാൻ സമയമില്ല. അപ്ലൈ ചെയ്തൊരു വേഗം അപ്ലൈ. ഓഫീസ് പോസ്റ്റാണ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓഫീസ് പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക, അഭിമാനമുള്ള ഗത്തുള്ളൊരു പരിപാടിയാണ്. മാത്രമല്ല ഒരു കാര്യം വെച്ചാൽ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളത്തെ കഴിഞ്ഞല്ലോ 10 തീയതി. അതായത് നാളെ ഈസ് 8, അപ്പോൾ പിന്നെ പിറ്റേ ദിവസം അല്ലേ ആണ് 10 തീയതിയാണ്. ഒക്ടോബർ 10 12 തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 2260 രൂപയ്ക്കുള്ളിൽ 2260 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. നമ്മുടെ SSCയുടെ ക്ലാസ്സുകൾ. അപ്ലൈ ചെയ്യേണ്ട കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ SBI POയ്ക്കാണ് പഠിക്കുന്നത്. വി ആർ ഗിവിംഗ് യു an ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ 2489 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കാര്യം നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. പഠിക്കാൻ താല്പര്യമുള്ളവർ എപ്പോഴും നമ്മൾ വെൽക്കമിങ് ആണ് കേട്ടോ. ദ റിസൈൻമെന്റ് ആഫ്റ്റർ ദ ആക്ട് ഓഫ് അപ്പൻറ്റിംഗ് ദ കേസ് റിക്വയർഡ് ആരതി ടു റിസൈൻ ഫ്രം ജോബ്. ഇന്ന് ആരതിക്കിട്ട് വീണ്ടും തുടങ്ങിയോ? റിസൈൻമെന്റ് ടുവേർഡ്സ് എ പേഴ്സൺ മേ അഫക്ട് യു ബാഡ്ലി. ടേക്ക് നോട്ട് ഓഫ് ദ nitty-gritty ഓഫ് ദ മാനിഫെസ്റ്റോ. ഗ്രേറ്റ്. ഐ നെവർ തോട്ട് ഐ വുഡ് ഹാവ് ടു lecture you on the nitty-gritties. കൊള്ളാം. ദ റിസൈൻമെന്റ് ഓഫ് ലൈഫ് സംടൈംസ് പോസ് സാഡ്നെസ് ടു പീപ്പിൾ. ഗ്രേറ്റ്. സോഷ്യൽ വെജിറ്റേറിയൻ ആണെന്നല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മൂവിങ് ഓൺ പീപ്പിൾ, അടുത്തോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ് നമുക്ക് പോകാം. ദാറ്റ് ഈസ് എക്സ്ട്രാവാഗൻ്റ്. അടുത്ത വാക്കാണ് എക്സ്ട്രാവാഗൻ്റ്. എക്സ്ട്രാവാഗൻ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എക്സ്ട്രാവാഗൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രാവാഗൻസിക്ക് ഒരു അർത്ഥമുണ്ട്. ഡിസ്പ്ലേ, അടിപൊളി, നല്ല ഡിസ്പ്ലേ എന്നൊരർത്ഥം, നല്ല ദൃശ്യം എന്നൊരർത്ഥം എക്സ്ട്രാവാഗൻസിക്ക് ഉണ്ട്. സ്പെക്ടക്കുലർ എന്നൊരർത്ഥം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം എക്സ്ട്രാവാഗൻ്റ് ആണ്. ഈവൻ ഹീസ് എൻ എക്സ്ട്രാവാഗൻ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം എക്സ്ട്രാവാഗൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി. നമ്മുടെ പൈസ ഒരുപാട് പൈസ എനിക്കൊരു പ്രശ്നമല്ല, പൈസ പോയി പവർ വരട്ടെ എന്ന് പറയില്ലേ, അവരെയാണ് നമ്മൾ എക്സ്ട്രാവാഗൻ്റ് എന്ന് പറയുക. കാര്യം അവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. ദേ സ്പെൻഡ് ത്രിഫ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഇക്കണോമിക്കലായിട്ട് സൂക്ഷിച്ചും കണ്ട് പൈസ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഒരുപാട് പൈസ ഉണ്ടെന്നല്ല, പൈസ നന്നായിട്ട് ചിലവഴിക്കുന്ന ആൾക്കാർ ഒക്കെ നമുക്ക് പറയാം സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയും. അവരാണ് എക്സ്ട്രാവാഗൻ്റ് എന്ന് പറയുക. സ്പെൻഡ് ത്രിഫ്റ്റ്. പ്രൊഫ്ലിഗേറ്റ് ആണ്. പ്രൊഫ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട് ഒരുപാട്. അപ്പോൾ പൈസ ഉണ്ടെന്നല്ല, ഒരുപാട് അങ്ങ് ചിലവഴിക്കുക. ആൻഡ് ത്രിഫ്റ്റി ആണെങ്കിൽ ഞാൻ എന്താ, ഇഫ് ഐ എം ത്രിഫ്റ്റി എന്ന് പറഞ്ഞ പൈസ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ആവശ്യത്തിന് എക്കണോമിക്കലായിട്ട് സൂക്ഷിച്ചും കണ്ട് ചിലവാക്കും. പക്ഷേ ഞാൻ സ്പെൻഡ് ത്രിഫ്റ്റ് ആണെങ്കിൽ, ഇഫ് ഐ എം അൺത്രിഫ്റ്റി, ദാറ്റ് മീൻസ് എനിക്ക് പൈസ ഇങ്ങനെ ചിലവാക്കുന്നതിലും ഒരു മടിയില്ലാത്തൊരു അവസ്ഥ. ദാറ്റ് ഈസ് അൺത്രിഫ്റ്റി കേട്ടോ. ത്രിഫ്റ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഓർത്തോണം എക്സ്ട്രാവാഗൻ്റ്. അടുത്തത് എലിസിറ്റ്. വാട്ട് ഈസ് എലിസിറ്റ്? എലിസിറ്റ് പറയുമ്പോൾ കൺഫ്യൂസിങ് വേർഡ്സ് മറക്കല്ലേ. എലിസിറ്റ് വരുമ്പോൾ നമുക്കൊരു വാക്കുണ്ട് ഇലിസിറ്റ്. അത് രണ്ടുണ്ട്. ഇലിസിറ്റും രണ്ടും ഒരു പ്രൊനൗൺസിയേഷനാണ്. ദേ ആർ ഫോൺസ് പിള്ളേരെ. ഈ ഇലിസിറ്റിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലീഗൽ. ഇത് അഡ്ജക്റ്റീവ് ആണ്. മീനിങ് ഇതാണ്, ഇല്ലീഗൽ. ഇല്ലീഗൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഇല്ലീഗൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഇലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇലിസിറ്റിൻ്റെ അർത്ഥം ഒബ്റ്റെയിൻ ചെയ്യുക, ഇവോക്ക് ചെയ്യുക, ബ്രിങ് ഔട്ട് ചെയ്യുക, ഡ്രോ ഔട്ട് ചെയ്യുക അല്ലേ. ലെറ്റ് മീ ഇലിസിറ്റ് സം എക്സാമ്പിൾസ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് ഒന്ന് തരട്ടെ. ഒബ്റ്റെയിൻ ചെയ്യുക, നേടിയെടുക്കുക, ഇവോക്ക് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുവരിക, ഡ്രോ ഔട്ട് ചെയ്യുക, അതാണ് ഇലിസിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ. എന്നാൽ ഈ ഇലിസിറ്റ്, ഇത് ഇലിസിറ്റ് തന്നെയാണ്. വ്യത്യാസം, ഇലിസിറ്റ് അഡ്ജക്റ്റീവാണ്. ഇലിസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയില്ലേ, നമ്മൾ പറയില്ല ഇലിസിറ്റ് റിലേഷൻഷിപ്പ്, അത് ഇല്ലീഗലാണ്. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് അതങ്ങോട്ട് വിശ്വസിക്കാൻ ഇല്ലീഗലാണ്. ഇലിസിറ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണ്ട്. ദാറ്റ് ഈസ് ഇലിസിറ്റ്. അടുത്ത് നോക്കിയേ, ആംബിഗ്വസ് എന്നാൽ പല അർത്ഥങ്ങളുണ്ട്. നമുക്ക് പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഈക്വിവോക്കൽ, ഇറ്റ്സ്
ഇറ്റ് ക്യാൻ ബി ഇൻറ്റർപ്രറ്റഡ് എനി രീതിയിൽ അല്ലേ. അതിന് ആംബിവാലൻ്റ് ആണ്, ആർഗ്യുബിൾ ആണ്, ഡിസ്പ്യൂട്ടബിൾ ആണ് എങ്കിൽ യു ക്യാൻ സേ ആംബിഗ്വസ്. ദിസ് ഈസ് എൻ ആംബിഗ്വസ് ഡിസിഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് എൻ ആംബിഗ്വസ് പ്രൊപ്പോസൽ, പ്രൊപ്പഗാൻഡ, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആംബിഗ്വസ് എന്ന് പറയാം. അടുത്ത സ്ക്രൂട്ടിനി. ഞാൻ സ്ക്രൂട്ടിനി കഴിഞ്ഞ ദിവസം ട്രാൻസ്ലേറ്റർ ബാച്ചിൽ കുട്ടികൾ പറഞ്ഞപ്പോഴേ നമ്മളല്ലേ സൂക്ഷ്മ പരിശോധനയ്ക്കാണ് സ്ക്രൂട്ടിനി പറയാം. വെർബ് അറിയാലോ, സ്ക്രൂട്ടിനിയുടെ വേർബ് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടേ. സ്ക്രൂട്ടിനി വേർബ് എന്താ? സ്ക്രൂട്ടിനൈസ് ചെയ്യുക. സ്ക്രൂട്ടിനൈസ് വേർബ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നൗണ്, സ്ക്രൂട്ടിനൈസ് ചെയ്യുക വേർബ് കേട്ടോ. ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ, ഇൻസ്പെക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്ക്രൂട്ടിനി എന്ന് പറയാം. സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഒബ്സർവ് ചെയ്യുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ സ്ക്രൂട്ടിനൈസ് എന്ന വേർബിൻ്റെ അർത്ഥം. അടുത്ത പ്രോസ്പെക്റ്റ് ആണ്. പ്രോസ്പെക്ട്, ദർ ഇസ് എ പ്രോസ്പെക്ട് ഓഫ് സക്സസ് ഇൻ യോർ ഡെയിലി റുട്ടീൻ. നിന്റെ ഡെയിലി റുട്ടീൻ കൊള്ളാം. രാവിലെ എണീറ്റിട്ട് നീ എഡിറ്റോറിയൽ കാണുന്നുണ്ട്, നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം നീ സെഷനൊക്കെ വരുമ്പോൾ നമ്മുടെ യൂട്യൂബ് സെഷനൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദർ ഇസ് എ പ്രോസ്പെക്ട് ഓഫ് സക്സസ് ഇൻ യോർ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി, ദർ ഇസ് എ ലൈക്ലിഹുഡ്, ദർ ഇസ് എ ചാൻസ് എന്നർത്ഥമുണ്ട്. വേറൊരിടത്തും പ്രോസ്പെക്റ്റ് ഞാൻ പറയും. പ്രോസ്പെക്ടസ് നമ്മൾ കൊടുക്കുന്ന പ്രോസ്പെക്റ്റിനാണ്. പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്, ഓർത്തോണം. അതിന് അടുത്തത് ഈസ് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യുക മീൻസ് അതിൻ്റെ വേർബാണേ, അല്ലെങ്കിൽ സർവേ ചെയ്യുക. പ്രോസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വേർബ് മീനിങ് ആണ്. മീനിങ് ഇസ് ഈ പറയുന്ന ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം. സെൻറ്റൻസിലോട്ട് പോകാം. നിങ്ങളുടെ സെൻറ്റൻസിലോട്ട് പോട്ടെ. Stop showing resentment towards your parents. It won't be long before you would have to do without them. Okay. ഇന്ന് എൻ്റെ സെൻറ്റൻസ് വിട്ട് ഞാൻ ക്ഷമിച്ച്, അയ്യോ സോറി ഇടാ, ഞാൻ ഒരുപാട് സെൻറ്റൻസ് ഇപ്പോൾ വന്നുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കുക. ഓക്കെ. Yes. Sir, if we haven't a clear idea of feasibility study on investigation, we'll have to cut a finger in media grilling and credibility will lose. Okay. Occasionally eat. അല്ലേ, കൊള്ളാം. ഇവർ കൊള്ളാലോ പിള്ളേരെ. Okay. The manifesto project published in the website shows a viability. Okay. Illicit liquor. Yes, MTR. Don't go broke by trying a life. Don't go broke. Okay, by trying to live a life of extravagance. Adan ishtaപ്പെട്ടു. Don't go broke. Yes. Illicit ദേവസ്വം ബോർഡിന് എക്സാം ക്വസ്റ്റൻ ആയിരുന്നു. യെസ് ഉണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടതാണ്. The scrutiny made by the team led by Shamas elicited the need for peaceful atmosphere in the society. All the aristocrats are not extravagance. എക്സ്ട്രാവാഗൻസ് അല്ല. എക്സ്ട്രാവാഗൻറ്റ് ഇസ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഉണ്ടോ? നോ പ്ലൂറൽ ഫോർ അഡ്ജക്റ്റീവ് കേട്ടോ. എക്സ്ട്രാവാഗൻറ്റുകളല്ല എന്ന്. എക്സ്ട്രാവാഗൻ പീപ്പിൾ ആർ നോട്ട് എക്സ്ട്രാവാഗൻ പീപ്പിൾ കൊടുത്തു കേട്ടോ. അനക ബി എൻ എക്സ്ട്രാവാഗൻ ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ് ടുമോറോ. അപ്പോൾ ഇന്ന് SBI ക്ലർക്കാർക്ക് ക്ലാസ് ഉണ്ടാവില്ലേ. എൻ്റെ ക്ലാസ് വൈകിട്ട് 7 മണിയുടെ ക്ലാസ് ഉണ്ടാവില്ല. കാര്യം വൈകുന്നേരം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസത്തേക്ക് എടുത്തത്. ഞാൻ ഓർമ്മയില്ല, അത് പറഞ്ഞ 15-ാം തീയതിയിലോട്ട് എടുത്തു തരും നിങ്ങൾക്ക്. വി ക്യാൻ സേ സംതിങ് ഓൺലി ആഫ്റ്റർ കമ്മിങ് എക്സാം. സ്ക്രൂട്ടിനി ഓഫ് ഡോക്യുമെന്റ്സ് റിവീൽ മെനി എറേഴ്സ്. സ്ക്രൂട്ടിനിയാണ്, സ്ക്രീട്ടിനി അല്ല. MTR documents submitted for scrutiny. Great. The extravagant squandering of money ended up Ardi in a deadlock. Great. He said extravagant spending puts him under scrutiny of his parents. Great. Upon scrutinizing our proposal, we have come to the conclusion that you have plagiarized a lot of content and we are rejecting it. Great. That is great. പിന്നെന്താണ്? The doctor confirmed that it was a murder after scrutiny. Illicit poaching is strictly prohibited in India. Yes, doctor's pronunciation after scrutiny made people into dilemma. Okay, miss, ഈ എക്സാംസ് എല്ലാം ഡിസംബറിലായിരിക്കുമോ? എക്സാംസ് എല്ലാം ഡിസംബറിലെന്ന് പറയാൻ SBIPO നമ്മൾ ഡിസംബറിലാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ CGL എക്സാം എന്തായാലും ഡിസംബറിലാണ്. അവർ ഓൾറെഡി ഇത് കൊടുത്ത് കാലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്. അടുത്ത് നോക്കാം. അഷർ ചെയ്യുക. അഷർ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. അഷർ എന്ന വാക്കിൻ്റെ അർത്ഥം അറ്റൻഡൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എസ്കോട്ട്, അല്ലെങ്കിൽ ഗൈഡ് എന്നൊക്കെ പറയും. നമ്മളെ സഹായത്തിന് നമ്മുടെ കൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വരുന്ന അറ്റൻഡൻറ്റിനെ അല്ലെങ്കിൽ ഗൈഡിനെ നമുക്ക് വിളിക്കാം ഈ പറയുന്ന അഷർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേർബായിട്ട് പറയുകയാണെങ്കിൽ വേർബായിട്ട് അക്കമ്പനി ചെയ്യുക എന്നർത്ഥമുണ്ട്. അതുപോലെ ഗൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എസ്കോട്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ അതേ സാധനത്തിന് വേറൊരു അർത്ഥമുണ്ട്. ഇന്ന് ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ. ഹെറാൾഡ് ചെയ്യുക, സിഗ്നൽ ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇതിനെ നമ്മൾ സിഗ്നൽ ചെയ്ത് തരുന്ന ഇതായത് നമ്മളെ സിഗ്നൽ ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ഹെറാൾഡ് ചെയ്ത് തരുന്ന എന്നൊക്കെ പറയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ദാറ്റ്സ് ഇറ്റ്. ഓർത്തോണേ. യെസ്. upon scrutinizing your proposal, we have come up with അത് പറഞ്ഞല്ലേ, നോക്കട്ടെ. ഡോക്ടർ അതും പറഞ്ഞല്ലോ. I'll get back to you after consulting with the council about the potential prospects of a review petition. Great. Miss should elicit the digital board before coming to Kerala.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശങ്കറെ, അതാണ് നമ്മുടെ തീരുമാനം അല്ലേ. ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പ്ലെയിനിൽ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ, ചിലപ്പോൾ അല്ലേ, നോക്കട്ടെ എന്താ കഥ. I'm sure that if I will fail the supplementary exam. I'll fail the supplementary exam. I'll fail in the supplementary exam എന്ന് കൊടുക്കണം. Okay, I have an idea to settle the scrutiny team by the means of cash. Oh, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Extravagant nurture will ruin one's financial status quo. That's great. The scrutiny of the controversial case eroded the prevailing ambiguity. Great. Triplet genetic code is unambiguous. Okay, Rahul Gandhi is rigorously trying to clinch a sitting seat with ambiguous people referendum. The prospect of winning election depends on how Shamas assure the how Shamas assures the people, common people. Vendardi Shamas is singular, assures kodukana verb. Assure my friend proved to be a cornerstone of my success. Great. He wasn't satisfied with his marks and sent the answer sheet for scrutiny. Okay. Every parent should always be an usher to his or her children. Okay. ഞങ്ങൾ ഡൽഹി സ്പെഷ്യൽ വല്ലതും കൊണ്ടുപോകാൻ മിസ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഡൽഹി സ്പെഷ്യൽ കൊണ്ട് തരും. Adda was assured by the doctors to cut the fat intake. Right. Father became extravagant to save his son from major disease. Became പറയാം, അല്ലെങ്കിൽ becomes കൊടുക്കാം കേട്ടോ. എമ്മിലെ കാരണം ഫാദർ is singular, അപ്പോൾ become കൊടുക്കരുത്, പ്ലൂറൽ കൊടുക്കരുത്, becomes കൊടുക്കാം. The evening star assured our ship into port. That's great. അടുത്ത നോക്കി പിള്ളേരെ, കോർണർ സ്റ്റോൺ പറഞ്ഞു. ഫൗണ്ടേഷൻ, ബേസിസ്, കീ സ്റ്റോൺ, കീ. അറിയില്ല, കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ മൈൽ സ്റ്റോണും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ്, അഡ്വാൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അച്ചീവ്മെന്റ്. അതിനെയാണ് ഒരു കാര്യത്തിൻ്റെ ഒരു പുരോഗതി, ആ ഒരു ഇതിനെ മൈൽ സ്റ്റോൺ. ഇറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ. അതുപോലെ ഫെയിലിയർ ഇസ് എ മൈൽ സ്റ്റോൺ ടു സക്സസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അടുത്ത ക്വിർക്ക് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ക്വിർക്ക് ചെയ്യുക, ക്വിർക്ക് എന്ന് പറഞ്ഞ നൗണാണ്. ക്വിർക്ക് മീൻസ് ആസ്പെക്ട്, ക്വിർക്ക് ഓഫ് സംതിങ്, ആസ്പെക്ട്, ഇഡിയോസിൻക്രസി, ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ ഓഡിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെയാണ് നമ്മൾ ക്വിർക്ക് എന്ന് പറയാം കേട്ടോ. Okay, the evening star assured our ship into port. That is great. Yes, he usher him in correct way. He usher him allada, he ushers him kodukane, abine ushers him kodukana keട്ടോ, ശ്രദ്ധിക്കണം. Okay. The statements of murder and witness is mismatching. I think there lies the ambiguous and there lies an ambiguity. Ambiguous in the noun and ambiguity കൊടുക്കുക. Ambiguous എന്ന് പറയുന്ന adjective ആണ്. Ambiguous and there lies an ambiguous situation എന്ന് കൊടുത്തു. We are always considering your class as a milestone in our life and career. That is so grateful of you, Pravi. Thank you so much. Rendu ma'am is one of the cornerstone അല്ല, one of the cornerstones. One of the കഴിഞ്ഞിട്ട് cornerstone plural കൊടുക്കണം കേട്ടോ. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എപ്പോഴും ഓർത്തോണം. വൺ ഓഫ് ദ കഴിഞ്ഞാൽ നമ്മൾ വൺ ഓഫ് ദ കൊടുക്കുക. വൺ ഓഫ് ദ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വൺ ഓഫ് ദീസ്, വൺ ഓഫ് മെനി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരേണ്ടത് എന്താ, പ്ലൂറൽ നൗണാണ് കൊടുക്കേണ്ടത്. പ്ലൂറൽ നൗൺ ഒന്ന് ശ്രദ്ധിച്ചോണം. പ്ലൂറൽ നൗൺ കൊടുക്കണം, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ അല്ലേ? യെസ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ. എയർപോർട്ടിലോ കൊച്ചിയിലുണ്ടെന്നോ? അയ്യോ, ഞാൻ കൊച്ചിയിലല്ലടാ വരുന്നത്, ഞാൻ കോഴിക്കോടാണ്. നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത്. ഞങ്ങളുടെ വീട് അവിടെയല്ലേ, അപ്പോൾ അവിടേക്ക് വന്നാൽ മതി. ഞാൻ റിജിൻ സാറും ഒക്കെ അവിടെയാണ്. സെക്യുലറിസം ആൻഡ് ഡെമോക്രസി ആർ ദ കോർണേഴ്സ് സ്റ്റോൺസ് upon which our country is built. India has reached a milestone in communication over the past few years. Great. The cause of Vadakkancheri accident should be elicited before the law. Great. I'm in love with you and with all your perky quicks. That's great. Moving on. അടുത്തിട്ട് പോകും. സ്പൂക്കി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എറി അല്ലെങ്കിൽ സിനിസ്റ്റർ, ഗോസ്ലി, അൺകാനി. വളരെ എന്താ പറയുക, സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഫീലിംഗാണ് സ്പൂക്കി പറയുക. ഇതും ഇൻഫോർമൽ വാക്കാണ്. നമ്മൾ ഇൻഫോർമൽ വാക്കുകൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി എന്തെങ്കിലും പറയാനൊക്കെ എഴുതുമ്പോൾ ഉപയോഗിച്ചോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പം എറി, സിനിസ്റ്റർ, ഗോസ്ലി, അൺകാനി, അല്ലെങ്കിൽ നമ്മൾ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞില്ലേ, വാട്ട് എ സ്ട്രേഞ്ച് തിങ് ഇറ്റ് ഈസ്. എന്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള അവസ്ഥ, അതിന് നമുക്ക് പറയാം സ്പൂക്കി കേട്ടോ. ദാറ്റ് ഈസ് സ്പൂക്കി. ഓർത്തോളം, അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതിയേ. അടുത്ത് നോക്കാം. He assured her to build a cornerstone that was a milestone in her career. That's good. His extravagant behavior always paves way for the distrust between them. കള്ളക്കളിയോ? എടാ, എൻ്റെ വീട് വയനാടാണ്, ഞാൻ നിന്നോട് എത്തവണ പറഞ്ഞിട്ടുണ്ട്. The cornerstone behind every successful person's milestone will be regularity in his doings. That's great. The spooky quirk of the new house frightened them. That's great. അടുത്തോട്ട് പോകാം പിള്ളേരെ. നെക്സ്റ്റ് സെറ്റ് നമ്മുടെ കേരള ഹൈക്കോടതി ട്രാൻസ്ലേറ്റർ ബാച്ച് വന്നായിരുന്നു, നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ബാച്ചും കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കേരള ഹൈക്കോടതിൻ്റെ ഷോഫർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ബാച്ചുകൾക്കും 1952 രൂപയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പഠിക്കാതെ ഒക്കെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലേ, അല്ലേ, നമുക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഒന്നുമില്ല, ആകെപ്പാട് മിസ്സേ അവിടെ പഠിക്കണം തുടങ്ങിയത്, പക്ഷേ ഇപ്പോൾ പഠിത്തമൊന്നും നടക്കുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട്. ഇനി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ
കോഴ്സുകൾ രണ്ടും അവൈലബിൾ ആണ്. കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കാൻ കേട്ടോ, മറക്കണ്ട. യെസ്, ഓക്കെ അല്ലേ. ദ കോൺസ്റ്റോൺ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ പേഴ്സൺസ് മൈൽ സ്റ്റോൺ വിൽ ബി ഹിസ് റെഗുലാരിറ്റി ഇൻ ഹിസ് ഡൂയിങ്. ഞാൻ പറഞ്ഞല്ലേ അത്, സോറി. അടുത്തോട്ട് പോട്ടെ. While taking a serious matter, beats around the bushes is one of his. Beats around the bush അല്ല, beating around the bush. Beat വെർബാട്ടാണ് അവിടെ, അപ്പോൾ അതിന് ജെറണ്ട് ആയിട്ട് കൊടുക്കുക. Beating around the bush is one of his quests. Okay, I have a strange obsession to explore spooky abandoned houses. അത് കൊള്ളാം. എന്താണ് അല്ലേ, രാത്രിയിൽ ശവപ്പറമ്പിലൊക്കെ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് അല്ലേ, സിമിത്തേരിയൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട്, അതുപോലെ ഇതുപോലെ വീടുകളും. I don't believe in any kind of milestones of every moments അല്ലടാ, as every moment in my life is a milestone to be. Every day കൂടെ സിംഗുലറേ വരുള്ളൂ to me because I treat good and bad things equally in my life. That's great. Abandoned ആക്കില്ലേ, അത് കൊള്ളാം ശീലൻ. Her first official meeting was spooky to her കൊടുക്കണം കേട്ടോ. അടുത്ത സെറ്റിലോട്ട് പോകാം. ഇൻട്രിൻസിക്, എന്താണ് ഇൻട്രിൻസിക് എന്ന വാക്കിൻ്റെ അർത്ഥം? ഇൻഹെറൻ്റ് ആയിട്ടുള്ള, ഇനേറ്റ് ആയിട്ടുള്ള, ഇൻബോൺ ആയിട്ടുള്ള, ഇൻബിൽഡ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതിനാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുക. ഇൻട്രിൻസിക് ക്വാളിറ്റീസ് എന്നൊക്കെ പറയില്ലേ അത്. അതുപോലെ തന്നെ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ വരും. ക്രോസ് ഇൻ ബ്രിഡ്ജസ് അല്ലേ, കടമ്പകളെ കടന്ന് ലൈഫിൽ നടക്കുന്ന പറയില്ല, അതുപോലെ ക്രോസ് ചെയ്തു, ട്രാവൽ അക്രോസ്, അതിനാണ് ഐ ട്രാവൽ അക്രോസ് എ ലോട്ട് ഓഫ് പ്ലേസസ് ടു റീച്ച് ഡൽഹി. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ചാടിക്കടന്നവരാണ് ഈ KK ജോസഫ്, അത് ട്രാവേഴ്സ് ഓർത്തോണം കേട്ടോ ആ സംഭവം. ദ സ്പൂക്കി ആർതി യു ട്രാമ്പിൾ മീ വെൻ ദ പവർ was gone. Okay, editorial lays a solid cornerstone to the framework of English. Of course it does. അതുകൊണ്ടാണ് editorial ഡെയിലി കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ editorial ഒരിക്കലും മിസ് ഔട്ട് ആകാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കേട്ടോ. യെസ്, consistency is the cornerstone of success. Irfana, you are right. The food department scrutinized restaurants and bakeries in Kerala to increase the food quality. That's great. Her spooky score spoil everything. That's great. Rindimam felt spooky when the power went off. ചെറുതായിട്ടൊന്ന് അല്ലേ, എന്താ പറ്റിയത് ഞാൻ ചോദിച്ചാൽ എൻ്റെ അമ്മ അടിച്ചു പോയി, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആണോ ഞാൻ ആലോചിച്ചായിരുന്നു. ഓൾദോ ദ സൈറ്റ് ഓഫ് ദ പാലസ് സീം സ്പൂക്കി, ജൊനാഥൻ continued with his journey to meet with the Count Dracula. Oh, Dracula. There is an intrinsic ability in everyone to traverse the odds in life. That's great. ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റർ കോഴ്സ് നടക്കുന്നുണ്ടോ? ഉണ്ട്. സെക്കൻഡ് ബാച്ചിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ് ഉണ്ടാവില്ല, ഞാനിപ്പം ഇവിടെയാണ്. അപ്പോൾ എനിക്കൊന്ന് റീമ മിസ് ബിസിയാണ്, മറ്റ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബിസിയാണ്, അതുകൊണ്ടാണ് ക്ലാസ് വന്നു കഴിയുമ്പോഴേക്കും എടുക്കാം കേട്ടോ തിരിച്ചു. ഇപ്പോൾ ഈ ഒരു 3 ദിവസം അൺഎക്സ്പെക്റ്റഡ് ആണ്, നമ്മൾ പെട്ടെന്ന് വരാനുള്ളൊരു തീരുമാനം, ഇവിടേക്ക് വരുന്നു, ഡൽഹി വിസിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മുടെ ഇത് വരാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ യൂട്യൂബ് സെഷൻസ് ഒക്കെ ഇന്ന് നമ്മളെടുക്കും അങ്ങനെ. ഓക്കെ, Sanju Samson ushers the match when India struggled, at the end, he started going spooky towards South African bowlers and witnessed his cornerstone innings. Great. His spooky behavior made some turmoil. That is great, people. That's great. Moving on to the article. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ഇട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇടുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഇതൊക്കെ പറഞ്ഞു തരണം പിള്ളേരെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമാണോ? ചെയ്തേ. നമുക്ക് ആർട്ടിക്കിളോട്ട് പോട്ടോ. His spooky behavior made some turmoil. The intrinsic behavior of a person develops from his childhood. We have a tap into our intrinsic talents. I have recently read a book named Intrinsic Writers of the Earth by Bashir. You need to traverse the snap-in in order to reap the windfall. The cornerstone laid by Sanju Samson helps India to save from a big defeat. Talent is intrinsic and hard work is earned. Also, hard work beats talent when talent doesn't work hard. Very good. Yes, other than that. So many traverse are വെയിറ്റിംഗ് അസ്. ട്രാവേഴ്സ് അല്ല, അത് വേർബാണ്. ട്രാവേഴ്സ് ഈസ് വേർബാണ്, നൗൺ അല്ല അവിടെ. അഭിനയ അത് ട്രാവൽ കൊടുക്കുക. യൂട്യൂബിൽ ഹൈക്കോർട്ട് ഫുൾ എടുക്കുമ്പോൾ സിലബസ് കവർ ചെയ്യുമ്പോൾ ഇല്ലില്ല, യൂട്യൂബിലല്ല, പെയ്ഡ് ക്ലാസ്. ഹാൻസ പെയ്ഡ് ക്ലാസ്സുകളാണ്. നമുക്ക് കോഴ്സുണ്ട്. എന്താ Adda247 ആപ്പ് വഴി വെബ്സൈറ്റ് വഴി സന്ദർശിച്ചാൽ നമ്മുടെ കോഴ്സ് കാണാം. കോഴ്സിൽ ജോയിൻ ചെയ്യണേ, കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ അതിന് പറ്റില്ല, അതുകൊണ്ടാണ്. കാരണം ഫുള്ളി പ്രാക്ടീസ് സെഷനായിട്ടാണ് പോകേണ്ടത്. ഇൻട്രിൻസിക് ക്വാളിറ്റി ഓഫ് Rindimam is sharpened her knowledge by conducting editorial session. Intrinsic quality of Rindimam has sharpened her knowledge. It is not difficult to traverse to drug while I am in the position of minister. That's great. Moving on, people. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ടൈറ്റിൽ ഇതാണ്, ഡോണ്ട് ല്യൂർ ബട്ട് പെർസ്വേഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ല്യൂർ ഇസ് എ നെഗറ്റീവ് വേർഡ്. ടെംപ്റ്റ് ചെയ്യരുത്. ആരും നിങ്ങൾ ടെംപ്റ്റേഷൻ അല്ലേ, വീഴ്ത്താൻ നോക്കണ്ട അല്ലേ, അവനെ അടിച്ച് വീഴ്ത്താൻ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? പെർസ്വേഡ് ചെയ്താൽ മതി. ഒരാളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരാളെ നമ്മളൊന്ന് കുറച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുത്ത്, ഒരാളെ നമ്മളങ്ങ് എടാ മതി സംഭവം നമ്മൾ ഒരാളെ ചെയ്യില്ലേ, ഒരാളെ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് എൻകറേജ് ചെയ്യില്ലേ. എൻകറേജ്മെൻറ്റ് ഈസ് ഓക്കെ, അല്ലാതെ ല്യൂറിങ്ങിൻ്റെ ആവശ്യമില്ല, ടെംപ്റ്റേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. ഫിസ്ക്കൽ റാഷണൽ ഫുഡ് പോൾ പ്രോമിസസ് വിൽ ഇമ്പാർട്ട് ഡെപ്ത് ആൻഡ് മീനിങ് ഓഫ് ഇലക്ട്രൽ ക്യാമ്പെയിൻസ്. ഇതാണ്
നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ നോക്കാം. ഫിസ്ക്കൽ റാഷണൽ ഫോർ പോൾ പ്രോമിസസ് വിൽ ഇമ്പാർട്ട് ഡെപ്ത് ആൻഡ് മീനിങ് ഓഫ് ഇലക്ട്രൽ ക്യാമ്പയിൻസ്. അപ്പോൾ ഇലക്ട്രൽ ക്യാമ്പയിൻസിന് എപ്പോഴാണ് മീനിങ് കൊടുക്കുക? നമ്മളൊരു ക്യാമ്പയിൻ നടത്തുക. ഞാൻ ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് നിൽക്കുവാണ്, ഞാൻ ഇലക്ഷനിൽ ക്യാമ്പയിനൊക്കെ നടത്തി ഇങ്ങനെ ഘോരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. എപ്പോഴാണ് അത് അർത്ഥവത്താകുക? അതെപ്പോഴാണ് മീനിങ് ഇൻഡെപ്തിൽ മീനിങ് എല്ലാവരോടും എത്തുക? ഫിസ്ക്കൽ റാഷണൽ പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഒരു ലോജിക്ക് വേണം. എല്ലാ പ്രോമിസുകൾക്കും ഒരു ഫിനാൻഷ്യൽ ലോജിക്ക് വേണം. ഞാൻ പൈസ ഇടുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ആൾക്കാരോട് എത്തുമ്പോഴുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓർത്തോണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോണേ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ലൈക്ക് ഇടാത്തവരെല്ലാം ഒന്ന് ലൈക്ക് ഇട്ടേ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കാം. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യാസ് പ്രപ്പോസൽ ടു റിക്വയർ പൊളിറ്റിക്കൽ പാർട്ടീസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പോകാം. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ proposal to require political parties to disclose the financial implications of the promises as they make in their manifestos will add meaning and depth to the electoral campaigns. The idea that parties should communicate to electors the fiscal rationale for promising delivery of goods or services that would invoke a significant outgo from the exchequer is already part of the model code of conduct from the 2015. The ECI is now proposing a performer for such disclosures if the parties agrees and the അതാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രപ്പോസലാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് റിക്വയർ ചെയ്യണം? ടു റിക്വയർ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു ഡിസ്ക്ലോസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു കാര്യം ചെയ്യണം, റിക്വയർ ഇസ് എ ഫോമൽ വേർഡ്. ഞാൻ പറയില്ലേ, റിക്വയർ ചെയ്യുക, വേണം, നീഡ്, ആവശ്യം എന്നാണ്. എന്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താ ചെയ്യേണ്ടത്? ഡിസ്ക്ലോസ് ചെയ്യണം. എന്താ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? എന്താ റിവീൽ ചെയ്യേണ്ട പൊളിറ്റിക്കൽ പാർട്ടീസ്? അല്ലേ? എടാ അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, നീക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. നിങ്ങൾ റിവീൽ ചെയ്യണം. എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് വരും, അല്ലേ? എന്തൊക്കെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ നമ്മൾ പറയില്ലേ ഇതിനെ ഇംപ്ലൈ ചെയ്യുന്നത്, അത് ഇംപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്, എന്താ അർത്ഥമാക്കുന്നത് ഓഫ് ദി നിങ്ങൾ എന്താ കുറച്ച് പ്രോമിസസ് മുന്നോട്ട് വെക്കണ്ടല്ലോ. അപ്പോൾ ആ പ്രോമിസസിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ്? നിങ്ങൾ എന്ത് ഇൻഡിക്കേഷൻസാണ് കൊടുക്കുന്നത്? എന്ത് സിമ്പിളാണ് നിങ്ങളുടെ ഈ പറയുന്ന ഇതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഇതുകൊണ്ട് വരുന്നത്, പ്രോമിസ് കൊണ്ട് വരുന്നത്? കാര്യം വെച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അതും ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ എത്തുന്നത്? ആൾക്കാരിലോട്ട് എന്താ എത്തുന്നത്, അല്ലേ? ആൾക്കാരിലോട്ട് നിങ്ങൾ പറയുന്നതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ആൻഡ് അവിടെ മാത്രമാണോ പറയുന്നത്? അല്ല, അവിടെ പറയുന്നുണ്ട് ആ കാര്യം ഈ മാനിഫെസ്റ്റോസ് എന്ത് ആഡ് ചെയ്യും? മീനിങ്ങും ഡെപ്തും കൊടുക്കുന്ന എപ്പോഴാണ്? അതിൽ മീനിങ് കൊടുക്കുന്നു, ഡെപ്ത് കൊടുക്കുന്ന എപ്പോഴാണ്? ഇലക്ട്രൽ ക്യാമ്പയിൻസിലൂടെ, അല്ലേ? ഇലക്ട്രൽ ക്യാമ്പയിൻസ് മീനിങ് കൊടുക്കുന്ന എപ്പോഴാണ്? അവരെന്താണ് പ്രോമിസ് ചെയ്യുന്നത്? ഇലക്ട്രൽ ക്യാമ്പയിൻസിന് മീനിങ് കൊടുക്കുന്നത്, അവരെന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർ ഇതിലോട്ട് എത്തുമ്പോഴാണ്, അത് ആൾക്കാരിലോട്ട് എത്തുമ്പോഴാണ്. ദ ഐഡിയ ദാറ്റ് പാർട്ടീസ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇലക്ടേഴ്സിന് നമ്മൾ ഇലക്ടേഴ്സിനോട്ട് ഈ വോട്ട് ചെയ്യുന്നവന്മാരുണ്ടല്ലോ, അവരിലോട്ട് നമ്മൾ ഈ പാർട്ടീസ് എന്താ ഇത് കൊടുക്കേണ്ടത്? ഫിസ്ക്കൽ റാഷണലാണ് കൊടുക്കേണ്ടത്, അല്ലേ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോജിക്ക് കൊണ്ടുവരണം. ഓരോ വർഷം ഇയർലി ആയിട്ടുള്ള ഫിസ്ക്കൽ ഇതില്ലേ, ഫിനാൻഷ്യൽ ഇയർലി ആയിട്ടുള്ള പ്രോമിസുകൾ വെക്കാറുണ്ട്. എന്തിനാണ് ഞാൻ പ്രോമിസ് ചെയ്യാറുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരോടും എത്തിക്കാം, അല്ലേ? എല്ലാ ആൾക്കാരോടും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് എത്തും. ആൻഡ് അതിൻ്റെ ഒരു ഔട്ട്ഗോ സംഭവം നല്ല സെറ്റായിട്ട് പോകണം. എന്നിട്ട് ട്രഷറി, നമ്മുടെ നമ്മുടെ ട്രഷറി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ മോഡ് ഓഫ് കോണ്ടാക്ട്. ഒരു മോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടല്ലേ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. 2015 മുതൽ 2015 മുതലേ നമുക്കൊരു കോഡ് ഓഫ് കണ്ടക്ട് മോഡ് ഉണ്ട്. അതിൻ്റെ ഒരു മോഡ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ മോഡ് കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ചാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എങ്ങോട്ടേക്ക് നമ്മുടെ ഖജനാവ് എങ്ങനെ നിറയ്ക്കുന്നത് എന്നുള്ള രീതിയിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറയുകയാണ് ഇറ്റ്സ് നൗ പ്രപ്പോസിങ് എ പെർഫോമ, ഒരു ഡോക്യുമെൻ്റ്, ഒരു ലെറ്റർ അല്ല ഒരു ഡോക്യുമെൻ്റ് പോലെ പുള്ളിക്കാരന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രപ്പോസ് ചെയ്യാണ് ഈ ഡിസ്ക്ലോഷേഴ്സിനെ പറ്റി. അപ്പോൾ പാർട്ടീസ് എഗ്രി ചെയ്യുവാണെങ്കിൽ, ഇഫ് പാർട്ടീസ് എഗ്രി ആൻഡ് the ideas included in the model conduct, they will have to spell out the section of society that a particular promise is targeted at, the extent of coverage and the number of likely beneficiaries and the cost of implementing it. They must also spell out how the required resources will be raised to give the parties an idea of the fiscal challenge that their promise schemes may pose. The centre and the states have been asked to disclose details of the budget revenue, receipts and expenditure as well as the outstanding liabilities.
The information it is believed will provide a framework under which manifesto can be assessed by the voter from the. അപ്പോൾ ഇത് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടെ ഇതിനെ പറയുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇവർ പറയുകയാണ് ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ എഗ്രി ചെയ്യുവാണ് ഇങ്ങനെ പ്രോമിസസ് പറയുമ്പോൾ അതിൻ്റെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് റിവീൽ ചെയ്യാൻ അവർ റെഡി ആണെങ്കിൽ, ഇഫ് ദർ റെഡി ആണെങ്കിൽ നമ്മൾ ആ മോഡൽ കോഡിലോട്ട് ഈ ഐഡിയ ഇൻക്ലൂഡ് ചെയ്യും, ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു സ്പെൽ ഔട്ട്, ക്ലിയർ ആയിട്ട് ആൾക്കാരോട്ട് എത്തിക്കണം ദ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, കൃത്യമായിട്ട് എത്തിക്കുക. എ പെർട്ടിക്കുലർ പ്രോമിസസ് ടാർഗറ്റ്. എന്താ ഞാനൊരു പ്രോമിസ് പറയുന്നുണ്ട്, ആ പ്രോമിസിൻ്റെ ടാർഗറ്റ് എന്താ, ഏത് സെഷനിലേക്ക് വേണ്ടി കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഇന്ന സെഷൻസ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന പ്രോമിസ് ആണെങ്കിൽ ആ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് റിവീൽ ചെയ്യണം അല്ലേ, അത് റിവീൽ ചെയ്യണം, നമ്മളത് റിവീൽ ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് കവറേജ് എത്ര വരെ കവർ ചെയ്യും, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അല്ലേ, എക്സ്റ്റെൻഡ് ആണ് LIMIT, എത്ര ലിമിറ്റ് വരെ കവർ ചെയ്യും എന്നുള്ളത് കൊടുക്കുക. ആൻഡ് ദ നമ്പർ അല്ലേ, മാത്രമല്ല ദ നമ്പർ ഓഫ് ലൈക്ലി ബെനിഫിറ്റ്, എത്ര പേർക്ക് ഇത് ബെനിഫിറ്റ് കിട്ടും, ഇതുകൊണ്ട് ഉപകാരമുള്ളത് എത്ര പേരുണ്ടാവും, ആ എക്സ്റ്റെൻഡ് ഓഫ് ഇത് കവറേജ്, നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടാതെ ഇതിനൊക്കെ മുതൽ മുടക്കില്ല, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നും കൂടെ പറയണം. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പൈസ ഇതിന് ചിലവാകും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്പെൽ ഔട്ട് ചെയ്യണമെന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ കേട്ടോ പിള്ളേർ, ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുവാണേ. ഞാനത് സെൻറ്റൻസിലോട്ട് പറയുകയാണേ. ഓക്കെ, അടുത്ത് നോക്കാം. ടു ഗിവ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഐഡിയ ഓഫ് ഫിസ്ക്കൽ ചാലഞ്ച്. ഈ പറഞ്ഞ ഓരോ വർഷം ഓരോ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഫിസ്ക്കൽ ഇയറിലെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ ചാലഞ്ചുകൾ എന്താണെന്ന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോമിസ് സ്കീംസ്, അവർ ഒരുപാട് സ്കീമുകൾ പ്രോമിസ് ചെയ്യുന്നില്ലേ, ആ സ്കീം പ്രോമിസ് ചെയ്യുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന നീ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും, അത് കൊണ്ടുവരുന്ന പ്രോബ്ലങ്ങൾ അല്ലേ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഏതൊക്കെയാണെന്ന് അവരിൽ മനസ്സിലാക്കാൻ ഈ അവർ കൊടുക്കുന്ന ഈ പ്രൊപ്പഗാൻഡ ശരിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര ഗൗരവമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. ആൻഡ് ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ആസ്ക്ഡ് ടു ഡിസ്ക്ലോസ് ഡീറ്റെയിൽസ് ഓഫ് ദ ബഡ്ജറ്റ് റവന്യൂ. അത് മാത്രമല്ല സെൻട്രൽ സ്റ്റേറ്റ് ഒരു കാര്യം ചെയ്യണം, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്ന പ്രോമിസിൻ്റെ സ്കീംസ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന പോലെ എന്ത് ചെയ്യണം, സെൻട്രലും സ്റ്റേറ്റും എന്ത് ചെയ്യണം, ബഡ്ജറ്റ് റവന്യൂ എത്രയാണെന്നുള്ളതൊന്ന് റിവീൽ ചെയ്യണം കേട്ടോ. അതിൻ്റെ ബഡ്ജറ്റ് റവന്യൂ റിവീൽ ചെയ്യണം, അതിൻ്റെ ബഡ്ജറ്റ് റവന്യൂ റിസീറ്റ്സ്, അതുപോലെ എക്സ്പെൻഡിച്ചർ എത്ര ചിലവ് അല്ലേ എക്സ്പെൻഡിച്ചറായി, ആസ് വെൽ ആസ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, എന്തൊക്കെ ലയബിലിറ്റീസാണ് നമുക്കുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബാധ്യതകളുള്ളത് അല്ലേ, നമ്മുടെ ബാധ്യതകളുണ്ടല്ലോ. ലയബിലിറ്റീസ് മീൻസ് ബാധ്യത, ബേർഡൻ, ആ ബേർഡനെ പറ്റി അല്ലേ, ലയബിലിറ്റീസ് ബേർഡൻ, നമ്മുടെ ലയബിലിറ്റീസ് ബേർഡൻ. അപ്പോൾ ആ ബേർഡൻ എന്താണ് എന്നുള്ളതും എത്തിക്കണം, ആൾക്കാരിലോട്ട് എത്തിക്കണം, അത് റിവീൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ബിലീവ്ഡ്. അപ്പോൾ ഈ പറയുന്നപ്പോഴും നമുക്ക് അറിയപ്പെടുന്ന ഈ ഇൻഫർമേഷൻ വിൽ പ്രൊവൈഡ് നമുക്കൊരു ഫ്രെയിം വർക്ക് കിട്ടും. ഇറ്റ് വിൽ ഗിവ് us എ സ്ട്രക്ചർ, നമുക്കൊരു സ്ട്രക്ചേർഡ് ഐഡിയ കിട്ടുവേ. എന്താ സ്ട്രക്ചർ കിട്ടുന്നത്, ഈ മാനിഫെസ്റ്റോ ആർക്ക് അല്ലേ എങ്ങനെ അസസ് ചെയ്യാം, അത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം ബൈ ദ വോട്ടർ. ഒരു വോട്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഒരു വോട്ടർ എന്ന രീതിയിൽ ഞാൻ എങ്ങനെ അസസ് ചെയ്യാം ഇതിനെ, കാര്യം എനിക്ക് വരവിനെ പറ്റി അറിയുന്നുണ്ട്, ബഡ്ജറ്റ് റിസീറ്റ്സ് എന്താ എക്സ്പെൻഡിച്ചർ ആവുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട്, ഒരു വോട്ടർ ആയിരിക്കുന്ന ഞാൻ. അതുപോലെ തന്നെ ബഡ്ജറ്റ് റവന്യൂ റിസീറ്റ്സിൽ എന്തൊക്കെ എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട് കൃത്യമായിട്ട്, എന്തൊക്കെ ബേർഡൻ ഉണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി എന്തൊക്കെയാണ്, ഏത് സെഷൻസ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപ്പോസൽ ഇറക്കിയിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആരെയൊക്കെ എത്രത്തോളം കവർ ചെയ്യപ്പെടുന്നുണ്ടോ, കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുമോ, കുറച്ച് കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ പറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു പുതിയ മിഷൻ എന്തോ ആയിക്കോട്ടെ കേട്ടോ, ഞാനത് കേരളത്തിൻ്റെ ബേസിസിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എത്ര ബെനിഫിഷ്യറീസ് ഉണ്ട്, എത്ര പേരിലോട്ട് എത്തിക്കുന്നു, അതിൻ്റെ കോസ്റ്റ്, ചിലവ് എത്ര വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ തന്നെ സംഭവമൊക്കെ ഓക്കെ ആയില്ലേ, അവിടെ എല്ലാം റിവീൽഡ് ആയിപ്പെടുന്നില്ലേ, അതിനെയാണ് ഇവിടെ ചെയ്യണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അടുത്ത് നോക്കാം. ആൻഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ വയബിലിറ്റി, ഈ ഫിനാൻഷ്യൽ ഞാൻ ഈ കൊടുക്കുന്ന പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വയബിൾ റിസോഴ്സ് ആണോ, സംഭവം വർക്കബിലിറ്റി ഉണ്ടോ, അതിൽ ഫീസിബിലിറ്റി ഉണ്ടോ, അത് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടോ, ആ ഒരു കാര്യം കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. It may also make parties that treat manifesto preparation as well as responsible exercise meant to persuade rather than lure the voter. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നാളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താ ഗുണം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൾക്കാരെ വീഴ്ത്താനുള്ള പരിപാടി നടത്തൽ നിർത്തും, ആ വീഴ്ത്തൽ ഇവിടെ നിർത്തി തുടങ്ങും. ഇനി എന്താവും, ആൾക്കാരെ വീഴ്ത്തല്ല, അവരെന്ത് പെർസ്വേഡ് ചെയ്യുക, അപ്പോൾ ആൾക്കാരെ എൻകറേജ് ചെയ്യണം, വോട്ടേഴ്സിനെ എൻകറേജ് ചെയ്യണം, ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം അല്ലേ, ഇന്നൊക്കെയാണ് ഞാനൊരു കാൻഡിഡേറ്റ് ആണ്, എനിക്ക് നീ വോട്ട് ചെയ്യണം ബിക്കോസ് ഇന്നതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന നിനക്കൊന്നും നാളെ ഖേദിക്കേണ്ട കാര്യം വരില്ലല്ലോ. പക്ഷേ ഞാൻ വെറുതെ ഘോര പ്രസംഗിക്കുവാണ് അല്ലേ, സ്വപ്ന വാഗ്ദാനങ്ങളൊക്കെയാണ്, മോഹന വാഗ്ദാനങ്ങളൊക്കെ ആണെങ്കിൽ ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യുവാണ്, ഈ മാനിഫെസ്റ്റോ എന്ത് ചെയ്യണം, കുറച്ചൊരു പ്രിപ്പറേഷനോടെ കുറച്ചൊരു പ്രിപ്പയർ ചെയ്ത് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ. ആൻഡ്
ഈ ഒരു എക്സസൈസ് എന്ത് ചെയ്യണം, ആൾക്കാരെ പെർസ്വേഡ് ചെയ്യാനായിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ല്യൂർ ചെയ്യാൻ വേണ്ടി ആവരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത പാരഗ്രാഫിലോട്ട് വരാം. There is bound to be some resentment among sections of the political class. It may be argued that the ECI should not get into the nitty-gritty of the manifesto formulation, especially by the manner of its implementation, as it will be the political and administrative responsibility of the party that comes to power on basis of its promises. The guideline itself arose from a Supreme Court judgment in 2013 upholding the right of parties to make. അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണേ, ഓർത്ത് വെച്ചോണം. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു റിസൻമെൻറ്റ്, ഒരു ഇറിറ്റേഷൻ, ചിലർക്കൊരു ഇറിറ്റേഷൻ ഫാക്ടർ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഇടയിൽ ഒരു ഇറിറ്റേഷൻ ഫാക്ടർ ഉണ്ട്. അവർക്ക് ഇഷ്ടമല്ലോ, അവരെ പറ്റി എന്തെങ്കിലും പറയുന്നതോ അവർക്ക് എന്തെങ്കിലും മോശമായി ബാധിക്കുന്ന കാര്യമൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ESIസോട് വേണമെങ്കിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനാ ഓരോ കോർ ആക്ടിൽ മാനിഫെസ്റ്റോയുടെ കോർ നിറ്റിഗ്രിറ്റി കോറിലോട്ട് ഈ ബേസിക്സിലോട്ടൊക്കെ എന്തിനാ കയറി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇടപെടുന്നത്? നിങ്ങളുടെ പണി ചെയ്താൽ മതി, അല്ല ഞങ്ങളുടെ പണിയിലോട്ട് കയറി ഓവറായിട്ട് ഇടപെടാൻ നിൽക്കണ്ട, മാനിഫെസ്റ്റോ ഫോർമുലേഷൻ കൊടുക്കണ്ട, അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ മാനറിനെ പറ്റി വലിയ കാര്യങ്ങൾ നടക്കണ്ട. ആൻഡ് അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി പാർട്ടിക്ക് വരും അല്ലേ. ആസ് ദാറ്റ് വിൽ ബി ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർട്ടി അല്ലേ. ശരിക്കും ഏത് പാർട്ടിയാണോ ഇത് പവറിലോട്ട് വരുന്നത് ആ പാർട്ടിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇതൊക്കെ. അനാവശ്യമായ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണോ അങ്ങനെ ഒരു ചോദ്യത്തിലോട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത് ഈ ഗൈഡ് ലൈൻ തന്നെ എന്താ കൊടുക്കുന്നത്, സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിൽ നിന്ന് വന്നതാണ്, അല്ല ചുമ്മാ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാണോ, ഇല്ല. 2013 സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നതിൽ നിന്നാണ് ഇങ്ങനൊരു ഗൈഡ് ലൈൻ, ഈ മോറൽ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ ഗൈഡ് ലൈനിലോട്ട് വരുന്നത്. അപ്പോഴാണ് പറയുന്നത് അപ്ഹോൾഡിംഗ് ദ റൈറ്റ് ഓഫ് ദ പാർട്ടീസ് ടു മേക്ക്. അപ്പോൾ എന്ത് റൈറ്റ്? ഈ പുറത്തോട്ട് വരുന്നതല്ല, പൊളിറ്റിക്കൽ പാർട്ടീസ് അനാവശ്യ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണ്ട എന്ന് പറയുന്നത് നമ്മുടെ 2013 സുപ്രീം കോടതി ഒരു വിധിയിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് അതിലെ റൈറ്റ് എന്താ നോക്കാം. ദ ഇലക്ട്രൽ പ്രോമിസസ് ഈവൻ ഇഫ് ദേ ആർ ഇൻവോൾവ്, ഒന്നുകൂടെ പറയാം, ബാക്കോട്ട് എടുക്കാം. റൈറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു മേക്ക് ഇലക്ഷൻ പ്രോമിസസ്. ഇലക്ട്രൽ പ്രോമിസസ് വേണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് നടത്താം, ഈവൻ ഇഫ് ദേ ഇൻവോൾവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സിനെ പറ്റി, ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നെങ്കിൽ പോലും അതിനെപ്പറ്റി ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇലക്ട്രൽ പ്രോമിസ് കൊടുക്കാനുള്ള ഒരു അവകാശം പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് such a promise would not amount to a corrupt practice. പക്ഷേ അതൊരു കറപ്റ്റ് പ്രാക്ടീസ്, അഴിമതിക്ക് വേണ്ടി വന്നു തുടങ്ങരുത്. ഇങ്ങനെ പറയുന്ന ഒരു പ്രോമിസ് അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, കാരണം പൈസ വെച്ചുള്ള പണിയാണ്. അതുകൊണ്ടാണ് ആസ് ലോങ് as these were financed by budgetary allocations cleared by the legislature, they could not be invalidated. അപ്പോൾ ഒരു ബഡ്ജറ്ററി അലൊക്കേഷൻസ് ക്ലിയർ ചെയ്തിട്ട് അവർ ഫിനാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ക ഫിനാൻസ് ചെയ്യുന്നത് ബഡ്ജറ്ററി അലൊക്കേഷൻസ് വെച്ചിട്ടാണ്, ആൻഡ് ലെജിസ്ലേച്ചർ ആണ് അത് ചെയ്യുന്നത് വൃത്തിയായിട്ട് കേട്ടോ. ബഡ്ജറ്റ് അലൊക്കേഷൻ ഒക്കെ ഉണ്ട്, എത്ര ബഡ്ജറ്റ് ആവും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരവ് ചെലവിനൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ട്, ഒരു ധാരണയുണ്ട്. അങ്ങനെ ലെജിസ്ലേച്ചർ ഇത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് കൻ നോട്ട് ബി ഇൻവാലിഡേറ്റ്. അപ്പോൾ അതിനെ അസാധുവാക്കിയിട്ട് മാറ്റുന്ന കാര്യം വരുന്നില്ല. The court also suggested that to prevent extravagant promises, ഒരുപാടങ്ങ് ഘോര പ്രസംഗം ഇത് വേണ്ട, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു തടങ്കലിടണം അല്ലേ. that must be prevented from upsetting the electoral level playing field. The ECI could lay down some guidelines. അപ്പോൾ കോർട്ട് പറയുന്നതെന്നറിയോ, അപ്സെറ്റ് ചെയ്യേണ്ട, ഇലക്ട്രൽ ലെവലിൽ അപ്സെറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് വരുന്നതെങ്കിൽ ഇലക്ട്രൽ ലെവലിൽ അപ്സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്ട്രാവാഗൻ പ്രോമിസസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് കോർട്ട് എന്ത് ചെയ്താൽ മതി, കോർട്ടല്ല ECI എന്ത് ചെയ്യുന്ന ഫോർമുലേറ്റ് ചെയ്യണം കുറച്ച് ഗൈഡ് ലൈൻസ്. അപ്പോൾ അവർ ചെയ്യണം കുറച്ച് നിയമ നടപടികൾ, ഗൈഡ് ലൈൻസ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ കുഴപ്പം വരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് കോർട്ട് വരെ പറയുന്നത്. അതായത് ഇൻ പ്രാക്ടീസ് പറഞ്ഞു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്, however the ECI's guidelines did not elicit enough information as parties made only routine and ambiguous disclosures. അപ്പോൾ പ്രാക്ടീസിൽ വരുമ്പോൾ ഹവർ എന്ന് നടക്കുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് ഇടും, അത് ഡിഡ് നോട്ട് ഇലിസിറ്റ്, അതെന്ത് ചെയ്യില്ല, ദാറ്റ് നോട്ട് ഇവോക്ക്, അത് പുറത്തോട്ട് കൊണ്ടല്ലേ ഇനഫ് ഇൻഫർമേഷൻ, കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പുറത്തോട്ട് ഇവോക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ, കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആസ് പാർട്ടീസ് മെയ്ഡ് ഓൺലി റുട്ടീൻ ആൻഡ് ആംബിഗ്വസ് ഡിസ്ക്ലോഷേഴ്സ്. പാർട്ടീസ് ആംബിഗ്വസ് ആയിട്ടുള്ള വളരെ ആർഗ്യൂബിൾ ആയിട്ടുള്ള, അതായത് പല റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുള്ളൂ പറഞ്ഞൊരു കാര്യങ്ങളോട്ട് വന്ന് ഇങ്ങനെ നിൽക്കും, പിന്നെ അത് അവസാനത്ത് ദൈവത്തിലോട്ട് നിൽക്കുന്നുള്ള അവസ്ഥയിലാണ് വരുന്നത്. ഇഫ് ഇംപ്ലിമെൻറ്റഡ്, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് മേ ഹെൽപ്പ് ഇൻ informed voter choice, as rival parties are likely to subject
അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്, ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വോട്ടറിൻ്റെ ചോയ്സ്, ഇൻഫോംഡ് വോട്ടർ ഇൻഫോം ചെയ്യപ്പെടുന്നതിനെ പറ്റി കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ആസ് റൈവൽ പാർട്ടീസ് ആർ ലൈക്ലി ടു സബ്ജക്ട് മാനിഫെസ്റ്റോ പ്രോമിസ് ടു ഇൻറ്റൻസ് സ്ക്രൂട്ടിനി. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നമ്മുടെ ഇവർക്ക് സ്ക്രൂട്ടിനിക്ക് വിധേയമാകാനുള്ള, ക്രിട്ടിക്കൽ എക്സാമിനേഷന് വിധേയനാവാനുള്ള ചാൻസ് കൂടുതൽ. കാര്യം ഇവിടെ എന്താണ്, നമ്മുടെ ഒപ്പോസിഷൻ സ്ട്രോങ് ഒപ്പോസിഷനായി മാറി. ഇവിടെ ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ വരാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ് അല്ലേ. ഒപ്പോസിഷൻ പാർട്ടിക്ക് സ്ട്രോങ് ഒപ്പോസിഷൻ കൊണ്ടുവരാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. കാര്യം അതിനുവേണ്ടിയുള്ളൊരു ചാൻസ് കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണ പാർട്ടിക്ക് നന്നായിട്ട് ഭരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു. കാരണം വോട്ടറിന് അറിയാലോ, ഇൻഫർമേഷൻ പറ്റി കിട്ടുമല്ലോ. It may also have a meaningful impact, be it positive or negative, on the prospect of the party winning over the electorate with a single flagship promise. ഒരു സിംഗിൾ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് ഓഫ് പ്രോമിസിനേക്കാളും പരമായിട്ട് ഇതിലൊരു ചാൻസ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ്. എന്താ ഈ ചാൻസ്? ഇങ്ങനൊരു പാർട്ടി വിൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇതിനും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിൽ പോലും അത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ. ഇറ്റ് ഇസ് ഇൻസിസീവ് എന്ന് ഞാൻ പറയും. ഇന്നത്തെ ആർട്ടിക്കിൾ ഇസ് ഇൻസിസീവ് എന്ന് ഞാൻ പറയും. ഇറ്റ്സ് അനലിറ്റിക്കൽ അല്ലേ, കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്താണ്, അനലിറ്റിക്കലാണ്, അതുപോലെ തന്നെ ഇൻസിസീവ് ആണ് എന്ന് പറയാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനലിറ്റിക്കലാണ്, ഇൻസിസീവ് ആണ് അല്ലേ. ഇൻസിസീവ് ആണെന്ന് പറഞ്ഞാലും അത് തന്നെയല്ല അർത്ഥം. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും പെട്ടെന്ന് പറഞ്ഞോ, നമുക്ക് നിർത്താം. 10 മണിയായല്ലോ, നിർത്തിയേക്കാം. ഇറ്റ്സ് ഓൾറെഡി ടൈം പീപ്പിൾ, ലെറ്റ് സ്റ്റോപ്പ്. താമസിക്കണ്ട. The intrinsic quality of editorial session helps me to learn new vocabs. Vocabs അല്ല, ന്യൂ vocab ആണ്. vocab കേട്ടോ, മാർക്ക് vocabs എന്ന് പറയില്ല, vocab എന്ന് നമ്മൾ പറയുള്ളൂ, ഓർത്തോണം. ഓക്കെ അല്ലേ? ക്ലിയർ ഐ ഗസ്. അപ്പോൾ നമ്മൾ അടുത്തോട്ട് പോകാം. ഇതാ നമ്മുടെ കേസ് ഗോൾഡൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറക്കേണ്ട, കേസിൻ്റെ ബാച്ച് 5880 രൂപയാണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കേണ്ട. 5314 കമ്പനി ബോണ്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ, അവസാന നിമിഷത്തേക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഇതായിരുന്നു. ഇറ്റ് ഈസ് വൺ തിങ് ടു അപ്രിഷിയേറ്റ് ദ ബ്യൂട്ടിഫുൾ ഗെയിം. It's quite another if that appreciation turned into a fatal attraction. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. It is one thing to appreciate the beautiful game. It is quite another if that appreciation turned into a fatal attraction. ഒന്ന് പറയാമോ, ആൻസർ പറയാമോ? ഇതിൻ്റെ ആൻസർ വേഗം പറ. കുറച്ച് പേര് തന്നായിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് ഇല്ലേ. സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ ഇസ് ഫോർ യു പിള്ളേരെ. സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ ഇസ് ഫോർ യു. വേഗം ആൻസർ വേഗം പറ. നിർത്താം. കിട്ടോ ആൻസർ കിട്ടോ? പറയൂ. നോക്കിക്കേ, നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇഫ് ആണല്ലോ, ഇഫ് ക്ലോസ് ആണ്. ഇറ്റ് ഈസ് വൺ തിങ്. ഇവിടെ നോക്കി, ഇറ്റ് ഈസ് വൺ തിങ്. സിമ്പിൾ പ്രസൻറ്റിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ആൻസർ ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഇവിടെയും എന്ത് കൊടുക്കണം അല്ലേ? ഇഫ് ദാറ്റ് അപ്രീസിയേഷൻ സിമ്പിൾ പ്രസൻറ്റ് മെയിൻ ക്ലോസിൽ വരുന്ന എപ്പോഴാണ്? മെയിൻ ക്ലോസിലാണ് വരുന്നെങ്കിൽ ഇവിടെയും ഇത് കൊടുക്കണം. ടേൺഡ് കൊടുക്കാൻ പറ്റും. ഇവിടെ ടേൺസ് അതെങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇവിടെ ടേൺസ് കൊടുക്കണം. ടെൻസ് മാറിപ്പോയി. ഏത് കണ്ടീഷനിലാണ്? ഇഫ് ദാറ്റ് അപ്രീഷിയേഷൻ ടേൺസ് ഇൻടു എ ഫേറ്റൽ അട്രാക്ഷൻ, ഇറ്റ് ഇസ് വൺ തിങ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടിഫുൾ ഗെയിം ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് അനദർ തിങ്. ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ സീറോ കണ്ടീഷനിലാണ്. ഇറ്റ്സ് ജസ്റ്റ് സീറോ കണ്ടീഷണൽ കേട്ടോ, ഓർത്താൽ മതി. സിമ്പിൾ പ്രസൻറ്റ് തന്നെ കൊടുക്കും. ടേൺഡ് എന്ന പാസ്റ്റ് ടെൻസിലോട്ട് ഇത് വരാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് പീപ്പിൾ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? John Clauser and Alain Aspect have awarded for showing experimentally the violation of Bell's inequalities. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓർത്തോണേ, ഇത് നിങ്ങളൊന്ന് എടുക്കുക, വായിച്ചു നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻഡ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം കോമന്റ് സെക്ഷനിൽ ആൻസർ തരാൻ മറക്കരുത്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലേ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരുമ്പോഴാണ് ദാറ്റ് ഈസ് ഗ്രേറ്റ് അല്ലേ. ഇർഫാനെ, എവറി ഇന്ത്യൻ ഇസ് ആറല്ല കേട്ടോ, ഓരോ ഇന്ത്യനും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തത് അപ്പോൾ നമുക്ക് പോവാം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, PSC അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. ബി കണക്റ്റഡ് വിത്ത് ത്രൂ ഔട്ട് ടെലിഗ്രാം ചാനൽ മാർക്കണ്ട രണ്ടും. അതുപോലെ തന്നെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. ദിസ് ഇസ് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് എഡിറ്റോറിയലായിട്ടും ഇതുപോലെ തന്നെ മെഡിറ്റൽ സെഷനൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8:30 മണിക്ക് മൺഡേ ടു സാറ്റർഡേ എഡിറ്റോറിയൽ ലൈവായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുക. കോമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ്റെ ആൻസർ തരാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.